പ്രത്യേകതരം ഒരു ഗെയിമാണ് സീനടയിലുള്ളത്. എനിക്കറിയില്ല അതെങ്ങനെയാണത് ആ കാലിലെത്തിച്ചേരുന്നതെന്നറിയില്ല. സീന അതല്ല പറഞ്ഞ ഗ്രൗണ്ടിലിറങ്ങി വാശിയാണ്, ഭയങ്കര ടഫായിരിക്കുള്ളൂ. സ്റ്റാർട്ട് ടു എൻഡ് ഫൈറ്റ് ചെയ്ത് തന്നെ കളിക്കും. എപ്പോഴും കാണണം. കാരണം ഞാൻ FC കൊച്ചിന് കളിക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ വരുമ്പോൾ അവളവിടെ ഒറ്റയ്ക്ക് കിടന്ന് പ്രാക്ടീസ് കണ്ടത് എൻ്റെ കൂടെ ഒക്കെ വന്ന് കളിക്കാറുണ്ട്. അപ്പം അവളുടെ ഒരു വിൽ പവർ ഭയങ്കരമാണ്. ചിലപ്പോൾ ഒരു ജോലിയുണ്ട്, കളി കാലിലുണ്ട്, എന്നിട്ടും അവർ ഇപ്പോഴും കഷ്ടപ്പെടുവാണ്. അവർക്ക് വേണ്ടിയിട്ട് ഇന്നും ജീവിക്കണില്ല, ഇപ്പോഴും ജീവിച്ചിട്ടില്ല. ഈ നിമിഷവും ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ മോനെയൊക്കെ ഫുട്ബോളിലേക്ക് കൊണ്ടുവന്ന സീനാണ്. ഈ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളത് അല്ലാതെ ഒക്കെ ഒരുപാട് പിള്ളേർ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഫുട്ബോളേ ജീവിതം എന്നും പറഞ്ഞ് കൊണ്ടുനടക്കുന്ന ഒരാളാണ് സീന. കുറേ നാളായിട്ട് നമ്മൾ ഫുട്ബോൾ ഇറങ്ങിയപ്പോൾ മുതൽ മിസ്സിനെ കുറിച്ച് കേൾക്കാറുണ്ട്. നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്, വേ ഓഫ് ടീച്ചിങ് അത് ഭയങ്കര ഡിഫറെൻ്റ് ആണ് മിസ്സിൻ്റെ. ഗേൾസിന്റെ ഫുട്ബോളിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അത്രയും കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടെന്ന് ഇവിടെ വന്നിട്ടാണ് ഞാൻ ശരിക്കും അറിയുന്നത്. പല ഇന്റർനാഷണൽ താരമാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം UK പോയി കളിച്ചു, ഇനിയിപ്പോൾ അടുത്തത് പോകാൻ പോകുന്നു. ഫുട്ബോൾ ജീവിതത്തിൽ എത്തിപ്പിടിക്കാവുന്ന എല്ലാവിധ സൗഭാഗ്യങ്ങളും സീനയ്ക്ക് കിട്ടിയിരുന്നു. എൻ്റെ കൂടെയൊക്കെ കളിച്ചിട്ടുണ്ട് സീന. ഈ തെങ്ങിൻ്റെയും മാവിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കളിച്ചിട്ടുണ്ട്. അങ്ങനെ കളിച്ചാണ്, പാടത്ത് കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ മിസ് വെച്ചാൽ മിസ് നമ്മളോട് എല്ലാ കാര്യം തുറന്നു പറയും, ഓപ്പണായിട്ട് പറയും. അപ്പോൾ മിസ് എന്താ നമുക്ക് നല്ലോണം അറിയാം. തളർന്നു പോകുമെന്ന് പറയുമ്പോൾ ആലോചിക്കുമ്പോൾ മിസ്സിനെ ആലോചിച്ചാൽ പിന്നെ വേറൊന്നും ഇല്ല. ഓക്കെ, ഇൻസ്പിറേഷൻ തന്നെയാണ്. കടന്നു വന്ന വഴികൾ ഓർക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ കാലിഡറിൽ വീണു പോവേണ്ട ഒരു കുട്ടിയായിരുന്നു. പക്ഷെ അവളൊരു പ്രതിഭാസമായിട്ട് വളർന്നു. ഫുട്ബോളാണല്ല, അച്ഛനും അമ്മയും ഭർത്താവും കുട്ടികളും ഒക്കെ ഫുട്ബോൾ. നവാബ് രാജേന്ദ്രൻ സാറിൻ്റെ ഞാൻ പറഞ്ഞ ഒരു പ്രാർത്ഥനാലയത്തിൽ ഞാൻ പോകുമായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊരു കാപ്പി ഇങ്ങനെ പൊടിച്ചിട്ട് തന്നെ കോഫി ഉണ്ടാവണ ഒരു മെഷീൻ അവിടെ വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സീന ബുദ്ധിമുട്ടില്ലെങ്കിൽ വേണമെങ്കിൽ അവിടെ പോയി നിൽക്ക് എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഞാൻ പോണവിടുത്തെ ഈ അവിടുത്തെ ഞാൻ പറഞ്ഞു ആ ജോലിയൊന്നും ഇല്ലല്ലോ, എന്നാൽ പിന്നെ പോയേക്കാന്ന്. കളി എപ്പോഴും ഉണ്ടാവില്ല, കളി ഉണ്ടാവില്ലല്ലോ, എപ്പോഴും ഉണ്ടാവില്ല. എന്നാലും എനിക്ക് പ്രാക്ടീസ് മുടക്കുള്ള ഒരു കാര്യത്തിന് ഇഷ്ടമല്ല എങ്കിൽ പോലും ഞാൻ അതിന് സമയം കണ്ടെത്തി. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ജീവിക്കാൻ പൈസ വേണമല്ലോ, അതുകൊണ്ട് അങ്ങനെ പൈസ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നിർബന്ധമായിരുന്നില്ല കേട്ടോ. കളിച്ചാൽ മതിയായിരുന്നു. എന്തോ അതൊന്നും എനിക്കിപ്പോൾ ചോദിക്കുമ്പോൾ അറിയാൻ പാടില്ല. പക്ഷേ ഈ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു കോഫി കടയിൽ പോയി നിന്നപ്പോൾ സാറ് വന്ന് കാപ്പി കുടിക്കാൻ. അപ്പം അദ്ദേഹത്തിൻ്റെ വേഷം അങ്ങനെയൊക്കെയാണല്ലോ, അങ്ങനെ ഒരു ജുബ്ബ പിന്നെ കാവികളും താടിയൊക്കെ ആയിട്ട്. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു സ്റ്റൂളുള്ളൂ അതിൻ്റെ അകത്ത്. ഒരാൾക്ക് ഇങ്ങനെ കറക്റ്റ് നിൽക്കാനും ഇരിക്കാനേ പറ്റുള്ളൂ. പക്ഷെ എൻ്റെ സ്റ്റൂൾ എടുത്തിട്ട് ഞാൻ അദ്ദേഹത്തിനിട്ടുണ്ട്, സാർ അവിടെ ഇരിക്കും, ഞാൻ കാപ്പി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ വിളിയാണോ ഞാൻ ചെയ്ത പ്രവൃത്തിയാണോ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതെന്നറിയില്ല. എനിവേ എൻ്റെ ജീവിത വിജയം എന്ന് തന്നെ പറയാം. ഞാൻ വേഗം അത് ഇട്ട് കൊടുത്തു.
പുള്ളി ഇതിക്ക് മുമ്പ് എന്താ ചെയ്തതെന്ന് ചോദിച്ചു. സാർ ഞാനിങ്ങനെ ഒരു ഇന്ത്യൻ പ്ലെയറാണ്, ജോലിയൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ഒന്നും വേണ്ടിയില്ല കേട്ടോ, കാഫി കുടിച്ചിട്ട്. സാർ പൈസ തന്നു. ഞാൻ പറഞ്ഞു വേണ്ട സാറേ പൈസ വേണ്ട. പൈസ മേടിക്കുന്ന പറഞ്ഞു. പൈസ തന്നു ഞാൻ മേടിച്ച്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നേരം വെളുത്ത് ഞാൻ കട തുറക്കുമ്പോൾ ഒരു 10-40 പത്രക്കാരുണ്ട്. ഞാൻ പറഞ്ഞില്ല, സാജു നമ്പാടൻ സാറും അതിനുവേണ്ടി. സാറും ഇതുപോലെ സാറിൻ്റെ ഒരു മാർഗമായിരുന്നു അത്, നമ്മളാ വിട്ടതൊക്കെ. അപ്പോൾ നമ്മളെവിടെയെങ്കിലുമൊക്കെ രക്ഷിക്കണമെന്ന് നമ്പാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ഏതെങ്കിലും മാർഗം വഴി രക്ഷിക്കും. പിന്നെ പത്രങ്ങൾ എഴുതി ഇന്ത്യൻ പ്ലെയറിന് ജോലി ഇല്ലാഞ്ഞിട്ട് ചായക്കടയിൽ നിൽക്കണം. അപ്പോൾ അവരെഴുതുമ്പോൾ അങ്ങനെയൊക്കെയല്ലേ എങ്ങനെ എഴുതുള്ളൂ. എഴുതി അങ്ങനെ പിടിപ്പിച്ച് കളഞ്ഞു. അപ്പം മുഖ്യമന്ത്രിയുടെ വീട്ടിലെത്തി. നായനാർ സാറായിരുന്നു. അപ്പോൾ ക്യാബിനറ്റ് എടുത്ു. എന്നിട്ട് സാർ എന്നെ വിളിപ്പിച്ചു, അങ്ങോട്ട് വിളിപ്പിച്ചിട്ട് ഞാൻ അവിടെ ചെന്നു. ക്ലിപ്പി ഓഫീസിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ സാറിനെ കാണാനാന്ന് പറഞ്ഞപ്പോൾ സീനല്ലേ അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഒരു വെള്ളയും കിട്ട ആൾ വന്നിട്ട് നമ്മൾ രാജാവേന്ന് വിളിക്കേണ്ടി വരും. മറ്റേ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ വട്ടത്തിലൊക്കെ ഇതൊക്കെ നമ്മൾ അങ്ങനത്തെ ആൾക്കാർ ആദ്യമായിട്ട് കാണുകയാണ്. ഓടിച്ചെന്ന് വിളിച്ചുകൊണ്ടുപോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സാറിങ്ങനെ ഇറങ്ങി വന്നാൽ മുറി കയ്യൊക്കെ ടവലിൽ തുടച്ചിട്ട് ഇതാണ് സീന അല്ലേ എന്ന് പറയാണ്. സാറിൻ്റെ ഭാഷ വേറൊരു രീതിയിലാണല്ലോ, നല്ല രസമാണ് സംസാരമൊക്കെ കേൾക്കാൻ. എന്ന് പറഞ്ഞു. ഞാൻ ചാടി എഴുന്നേറ്റ് നമസ്കരിച്ചപ്പോൾ അവിടെ ഇരുന്ന് കോഫി കൊടുക്കുന്നു. എനിക്കൊരു കാപ്പിയൊക്കെ തന്നു. അപ്പോൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ നോക്കാൻ പറഞ്ഞു. നോക്കി എല്ലാം കഴിഞ്ഞ് എവിടെ ജോലി ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ആലോചിക്കണേ ജോലിയൊക്കെ കിട്ടുമോ എന്നുള്ളത്. നമുക്കത് അറിയില്ലല്ലോ. അപ്പോൾ എനിക്കറിയില്ല സാറേ, എവിടെയെങ്കിലും തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാനതൊക്കെ ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നിയ. കാരണം ഒരു മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ലാത്ത ഇത്ര അടുത്ത് നമ്മളോട് അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് പോകാൻ വണ്ടി കാശ് ഉണ്ടാന്നൊക്കെ ചോദിച്ചു. മറ്റേ സെക്രട്ടറിയോട് പറഞ്ഞ് എന്തെങ്കിലും കൊടുത്തിട്ട് അങ്ങനെ വണ്ടി കാശൊക്കെ തന്നു വിട്ടിട്ടേ, ബസ് കാശൊക്കെ തന്നു വിട്ട്. എന്നിട്ട് വീട്ടിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മള് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ ക്യാബിനറ്റ് എടുത്താൽ തോന്നണം. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് സർക്കാർ സീനൊക്കെ ജോലി കൊടുക്കാൻ തീരുമാനിച്ചത്. ഞാൻ കഞ്ഞി പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ പടം TV-യിൽ ഓടി ഒറ്റ ചാട്ടം വരുന്ന നടന്ന് പറഞ്ഞിട്ട് എനിക്ക് ജോലി കിട്ടാൻ പോണെന്ന് പറഞ്ഞ. നമുക്ക് അങ്ങനെ ഭയങ്കര അത്ഭുതം വരുന്നു അതൊക്കെ. ഇത്രയുള്ളൊരു ചെറിയ TV-യിൽ നമ്മളെ കാണിക്കാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു അത്ഭുതം വരുന്നു. ആദ്യമായിട്ടേ അതിൽ കാണിക്കണത്, ഇത്രയും കളിക്കാൻ പോയിട്ട് കാണിച്ചിട്ടില്ല. ജോലി കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ ചെറുതാണെങ്കിൽ കാണിച്ചത് ഭയങ്കര സന്തോഷം വരുന്നു. പിന്നെ ജോലിയൊക്കെ കിട്ടി. സാറിനോട് നന്ദി പറയാൻ ചെന്ന് കുറെ ഇതൊക്കെ മേടിച്ചിട്ട് ചെന്ന് കാലെ തൊട്ടിട്ട് നന്ദി പറഞ്ഞു. താങ്ക് യു സാറേ, താങ്ക് യു വെരി മച്ച്. പേടിക്കണ്ടോ, തൻ്റെ കഴിവിനനുസരിച്ച് തന്നതാ, ഇത്ര വൈകിയില്ലെന്ന് ഓർത്തിട്ടുള്ള വിഷമം മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. നല്ല മനുഷ്യരായിട്ട് അവരൊക്കെ. അങ്ങനെ സന്തോഷമായിരുന്നു. പിന്നെ ജോലി കിട്ടിയിട്ട് എവിടെയായിരുന്നു ആദ്യം പോസ്റ്റിംഗ്? അവിടെ തന്നെ സെയിൽ ടാക്സിൽ. അത് തിരുവനന്തപുരം അല്ല, എറണാകുളത്ത് തന്നെ. എനിക്ക് വീടിൻ്റെ അടുത്ത് തന്നെ ഒന്ന് സ്പോർട്സ് തൊട്ടൊക്കെ അങ്ങനെ പ്രത്യേകതയുണ്ട്. നമുക്ക് കളിക്കാൻ വേണ്ടി കിട്ടിയിട്ട് കിട്ടിയതിനേക്കാളും കൂടുതൽ ചെലവായിരുന്നു. 2 വർഷമായിട്ട് ചെലവേറ്റ് തീർന്നിട്ടുണ്ടായിരുന്നില്ല. ജോലി കിട്ടിന്റെ വകയില് 2 വർഷം വേണ്ടി വന്നു ചെലവ് തീരാൻ. സകലർക്കും പിന്നെ ജോലി എന്താ എനിക്ക് നാളെ കിട്ടും, ചെലവുണ്ട് കേട്ടോ. പിന്നെ ചെല്ലുമ്പോ അവര് ചോദിക്കണല്ലേ, അങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ട്. അന്നൊക്കെ ഗവൺമെന്റിൽ നിന്ന് ഭയങ്കര ഇതല്ലേ, അപ്പൊ ഭയങ്കര ഇതായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര ഇതായി. അപ്പൊ ഞാൻ ഗവൺമെന്റ് കരുതിയായല്ലേ. പിന്നെ ഈ ചെലവ് കംപ്ലീറ്റ് കൊടുത്തിരുന്ന അറിയണത് ഞാൻ. എനിക്കല്ലേ സുപ്രീം കോടതിയുടെ പുള്ളിക്കാരി അപ്പോൾ ഇന്റർനാഷണൽ പോയി കളിക്കാനൊക്കെ പോയി വന്നിട്ടും സ്റ്റേറ്റ് ഗവൺമെന്റ് ജോലിയൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. വേറൊരു ഡിപ്പാർട്ട്മെന്റിൽ സീനയ്ക്ക് കിട്ടിയില്ല. അപ്പം അങ്ങനെ നിൽക്കുമ്പോഴത്തേനും സീനയ്ക്ക് ഒരു ജോലി കൊടുക്കാനുള്ള ഒരു ക്യാപ്ഷനായിട്ട് മനോരമ പത്രത്തിൽ ഇങ്ങനെ ഒരു ക്യാപ്ഷൻ വരികയാണ്. അന്ന് ഇ.കെ. നായനാരാണ് മുഖ്യമന്ത്രി. അത് ക്യാപ്ഷനിൽ സീന ഇങ്ങനെ ഇന്റർനാഷണൽ താരം ചായ അടിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഒരു മനോരമയുടെ ഒരു ക്യാപ്ഷൻ
മനോരമ പത്രത്തിൽ വന്നു. അങ്ങനെ വന്നതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ഇ.കെ. നായനാർ അതിൻ്റെ ഇതായിട്ട് സൂപ്പർ ന്യൂമററി പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് സീനനെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അബ്സോർബ് ചെയ്യണമെന്ന്. ഒരു ഇന്ത്യൻ പ്ലെയർ ജോയിൻ ചെയ്യാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഓഫീസിൽ അറിഞ്ഞേക്കണത്. അപ്പൊ എന്നെ എപ്പോഴും പറഞ്ഞ് കളിയാക്കണ ഒരു കാര്യം ഞാൻ പറയണതാണ്. ഒരു ഇന്ത്യൻ പ്ലെയർ വന്നിട്ടുണ്ട്, സീന എന്നാ പേര്. ഇന്ത്യക്ക് വേണ്ടി ഫുട്ബോളൊക്കെ കളിച്ച്, ഫുട്ബോളാ പെണ്ണുങ്ങൾ ഫുട്ബോൾ കളിക്കും. കളിച്ച് ജോലി മേടിച്ചൊരു കൊച്ചി ഇവിടെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്നെ കാത്തിങ്ങനെ ഇരിക്കണ ആൾക്കാർ വരുമ്പോ ജോയിൻ വരുമ്പോ ഇന്ത്യൻ പ്ലെയറാ. അപ്പോഴാണ് ഞാനിങ്ങനെ നടന്ന് ജോയിൻ ചെയ്യാൻ ചെന്നേക്കണത്. ഇത്രയുള്ള ഞാൻ. അപ്പൊ എന്നെ കണ്ടപ്പോ ഇതാണ് ഇന്ത്യൻ പ്ലെയർ. അവരൊരു ഇന്ത്യൻ പ്ലെയർ എന്ന് പറഞ്ഞ ഒരു 6 അടി പൊക്കവും നല്ല സൈസും ഒക്കെ ഉള്ള നല്ല കളറൊക്കെ ഇട്ട് നല്ല ഒരാളാ. സീനെന്ന് പേരെ കണ്ട പറഞ്ഞ കുറച്ചാളത്തൊക്കെ ഇത് മതി എന്നൊക്കെ പറഞ്ഞ. അപ്പണ്ടാ ഒരു നരുന്ത് പോലത്തെ ഒരു സാധനം, കറുത്ത് മെലിഞ്ഞ് ഒരു സാധനം തൃപ്തിയായി. എപ്പോഴും എന്നെ പറഞ്ഞ നീ ഞങ്ങളെ പറ്റിച്ചതല്ലേ. ഞാൻ എന്ത് അല്ല ഞാൻ പറയാന്ന സൗത്ത് ആഫ്രിക്ക കളിക്കാൻ പോയിന്ന്. അവരുടെ പ്രതീക്ഷ തകർത്തൊരു പ്ലെയറാണ്. സീന എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളാണ്. ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളാണ്. അതോടൊപ്പം എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളിലും എപ്പോഴും ഓടിയെത്തുന്ന ഒരാളും കൂടിയാണ് സീന. സീനയുടെ തിരക്കുകൾക്കിടയിലും നമ്മളെയൊക്കെ പ്രത്യേകമായി പരിഗണിക്കുന്ന ഒരാളും കൂടിയാണ് സീന. ആ പരിഗണന നമ്മളും അവൾക്ക് കൊടുക്കാറുണ്ട്. സീനയുടെ എല്ലാ സംരംഭങ്ങൾക്കും നമ്മൾ മോറലി സപ്പോർട്ട് ചെയ്യാറുണ്ട്. പറ്റുന്ന രീതിയിലുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അതിലൊക്കെ ഉപരി സീനായ്ക്ക് പോകേണ്ട സമയങ്ങൾ വരുമ്പോൾ അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ, അതായത് ലീവ് കൊടുക്കേണ്ട സമയത്ത് ലീവ് കൊടുക്കുക, ഇനി ലീവ് എടുക്കാതെ മാറി നിൽക്കേണ്ട ചില ചെറിയ സന്ദർഭങ്ങളിൽ നമ്മൾ അവൾക്ക് ഹയർ ഒഫീഷ്യൽസിന് കൊടുക്കാവുന്ന ഒരു അനുമതി കൊടുത്തിട്ട് മാറി നിൽക്കാവുന്ന കുറച്ച് സമയമുണ്ട്. അത് നമ്മൾ എല്ലായ്പ്പോഴും സീനയ്ക്ക് കൊടുക്കാറുണ്ട്. സീനയുടെ ഓരോ പടികൾ മുന്നിലോട്ട് കയറുമ്പോഴും നമ്മളതിൽ വളരെ സന്തോഷിക്കുന്നുണ്ട്. അതായത് നമ്മുടെ കുടുംബത്തിൽ നിന്നൊരാൾ ഉയരങ്ങളിലേക്ക് പോകുന്നു എന്നൊരു ഭയങ്കരമായ സന്തോഷം. ഈ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളത് അല്ലാതെ ഒക്കെ ഒരുപാട് പിള്ളേർ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ഫുട്ബോളേ ജീവിതം എന്നും പറഞ്ഞ് കൊണ്ടുനടക്കുന്ന ഒരാളാണ് സീന. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഫുട്ബോൾ വളർത്താൻ വേണ്ടിയിട്ട് മാത്രം സീനയുടെ ജീവിതം അങ്ങനെ ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ പക്ഷെ നല്ല സ്നേഹമായിരുന്നു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നെ ഒരു പണി അങ്ങനെ അധികം എടുപ്പിക്കുക അങ്ങനെയൊന്നുമില്ല. നമ്മൾക്കെല്ലാം സപ്പോർട്ടായിരുന്നു. എന്റെ അവസ്ഥയൊക്കെ അവർക്ക് അറിയാവുന്നതുകൊണ്ട് എവിടെ പോകാനും വിടും. എല്ലാരും കാശൊക്കെ തരും, പോയി കളിച്ചിട്ട് വാട്ടാന്നൊക്കെ പറയും. എപ്പോഴും എന്നെ ഭയങ്കര ഇപ്പൊ 24 വർഷം ആകാൻ പോണം. ഞാൻ 99 കയറി. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ വിചാരിച്ചില്ല ഇത്ര വലിയ പോസ്റ്റ് കിട്ടുന്നു ഗവൺമെന്റ് ജോലിയിൽ. അവളും വിചാരിച്ചിട്ടില്ലേ, അവള് സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ജോലി കിട്ടുന്നത്. അതെന്താണ് നമ്മുടെ ഫുട്ബോളും നമ്മുടെ ആ ഒരു ഹാർഡ് വർക്കും അതുകൊണ്ട് കിട്ടിയിട്ടുള്ളതാണ്. അതിന് ഗോഡ് ഇസ് ഗ്രേറ്റ് എന്ന് പറയുള്ളൂ. നമ്മൾ ദൈവല്ലേ നമുക്കൊന്നും അത് വലിയ കുറേ കളിക്കുക, കുറച്ച് ദൈവം നമ്മളെ തരും. അതാണ് നമ്മുടെ പോളിസി. നമുക്ക് ചെയ്യാനുള്ള നമ്മൾ അവിടെ ചെയ്യുക, ബാക്കിൽ തന്നെ വന്നോളും. സീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സഹോദരനെ പോലെ തന്നെ ഏറ്റവും നല്ലൊരു സിസ്റ്ററാണ്. ഇവിടെ ഓഫീസിൽ വരുന്നുണ്ടെങ്കിൽ എൻ്റെ ഇടയ്ക്കൊന്ന് മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ ഉണ്ടെങ്കിൽ പോകും.
വൈക്കപ്പെട്ടെന്ന് പറഞ്ഞ ഗ്രൗണ്ടിൽ തെങ്ങും തൊട്ടൊക്കെ കളിച്ച് പഠിച്ചത്. എല്ലാ ആൺപിള്ളേരും കളിക്കുമ്പോൾ അവരെ കുറിച്ചൊന്ന് കളിക്കും. നല്ല കളി കളിക്കും. എന്നെ കൂട്ടും. ഞാൻ ആൺപിള്ളേരെ പോലെ ആയിരുന്നു. ചെറുതിലെ ആൺപിള്ളേരെ കളികളൊക്കെ കളിക്കും. അതങ്ങനെ ഇഷ്ടം തോന്നുന്നതാണ്. മറ്റ് പെൺകുട്ടികൾ കളിക്കുന്ന കളികളിൽ താല്പര്യം തോന്നിയിട്ടില്ലേ? അറിയില്ല എനിക്ക് ശരിക്കും പറഞ്ഞു. എല്ലാവരും ഈ പാവയൊക്കെ വെച്ച് കഞ്ഞിയും കറിയൊക്കെ വെച്ച് കളിക്കില്ല, അതൊന്നും എനിക്കറിയാൻ പാടില്ല. ആ സമയത്ത് ഞാൻ വടി കുത്തി ചാടാൻ നോക്കും, പിന്നെ തേങ്ങ എറിഞ്ഞിടാൻ നോക്കും, കച്ചി കളിക്കും, കച്ചിങ്ങനെ കൂട്ടിയില്ലേ അങ്ങനെ ഇങ്ങനെ മറ്റേ ഇത് കളിക്കും രാശി. അത് കളിച്ചിട്ട് ഈ തോക്കണവൻ ഇങ്ങനെ കൈ വെച്ച് കൊടുക്കണം, ഇതിൽ അടിച്ചോടിക്കുക. അവരുടെ ആമ്പിള്ളേരുടെ കൈ സാധനം അടിക്കാനാണ് ഇഷ്ടം. പിന്നെ പമ്പരം കുത്തി അവരുടെ പമ്പരം പൊളിക്കുക. പിന്നെ ഈ കച്ചി കൊണ്ട് 5 വയസ്സൊക്കെ കളിക്കും ഇങ്ങനെ സേപ്പി എന്ന് പറയുന്നത്, അത് കളിക്കുക. കുഴി കുത്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ വടി തോണ്ടിയിട്ട് ഇങ്ങനെ തെങ്ങിന്റെ സാധനത്തിൽ മാത്രം ഇങ്ങനെ കുത്തിപ്പിടിക്കണ ഒരു കളിയുണ്ട്. അവനെ തോണ്ടി പാലാരൂട്ടം വരെയൊക്കെ കൊണ്ടുപോകും. പിന്നെ അവൻ ഇവിടുന്ന് തൊങ്ങി വരണം ഇങ്ങനെ ഒരു കാലില്. അതിനു വേണ്ടി അങ്ങനെ കളിക്കുക. അങ്ങനെ കളിയൊക്കെ ആയിരുന്നു. ചെറിയ ക്രൂരതയൊക്കെ ഉണ്ടതില്, പക്ഷെ അത് ചെറുതിലേ ആയത് കാരണം അതൊന്നും ഒരു ക്രൂരതയായിട്ട് തോന്നിയില്ല. സന്തോഷം വരുന്നു, വേദനയൊക്കെ. പിന്നെ പണ്ട് കളി ഭയങ്കര സ്കില്ലെന്ന് പറഞ്ഞിട്ട് കളിക്കണല്ലോ, മറ്റവന്റെ കാലൊടിക്കണമെന്ന് പറഞ്ഞാണല്ലോ കളിക്കണം. അല്ലാണ്ട് ഇതൊരു പന്ത് കളിയാണെന്ന് ഓർത്ത് കളിക്കണല്ല. അവനെ എങ്ങനെയെങ്കിലും ഉന്തിയിട്ടിട്ട് അവിടെ ഗോള് കൊണ്ട് കയറ്റണമെന്നല്ല. 2 തെങ്ങാണ് പോസ്റ്റ്, അപ്പുറത്തും 2 തെങ്ങ് പോസ്റ്റ്. ചിലപ്പോൾ അപ്പുറത്തൊരു അടക്കമരം അടിക്കും. അപ്പൊ അപ്പുറത്ത് നിൽക്കണവർക്ക് സുഖമാണ്, ഈ അടക്കമരത്തിന്റെ നേരെ കൂടി അടിക്കും. നമുക്ക് 2 തെങ്ങായ കാരണം അച്ഛനും കൂടി വീതി ഉണ്ടല്ലോ, നിന്നോളൂ. അപ്പൊ അതിന്റെ ഒരു കള്ളക്കൊതി. പിന്നെ ഈ അടക്കാമരത്തിന് വേര് ഇച്ചിരി കൂടി ഇങ്ങനെ പൊങ്ങി നിൽക്കുമല്ല, ഈ വേരിന്റെ കറക്റ്റ് ആ വേരിലിട്ടിക്കണെങ്കിൽ അപ്പുറത്ത് റിഫ്ലക്സ് ചെയ്ത് ഗോളാവും. ബനാനൊക്കെ എന്നൊക്കെ ഇന്ന് തന്നെ പറയണം. അന്നൊക്കെ ഞങ്ങൾ അധികം വേരേട്ട് അടിച്ച് പഠിച്ചു. അടക്കാമരത്തിന്റെ വേരേട്ട് അടിച്ചിട്ടാണ് കിക്കൊക്കെ പഠിക്കണത്. ഫുട്ബോൾ കാണുമായിരുന്നോ? ടി വി ഒക്കെ ഉണ്ടോ ആ സമയത്ത്? ടി വി ഒക്കെ 85-ലൊക്കെയാണ് വന്നത്. ഞങ്ങളൊന്നും കണ്ടിട്ടൊന്നുമില്ല ടി വി ഒന്നും. ഞങ്ങളൊരു ക്യാമ്പിലാണ് പരിചയപ്പെട്ടത്. ഫസ്റ്റ് നമ്മൾ ഒരു കോച്ചിങ് ക്യാമ്പിലേക്ക് വനിതാ ഫുട്ബോൾ പ്ലേയേഴ്സിനെ എടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ ചെന്നത്. ഒരുമിച്ചെന്ന് വെച്ചാൽ കുറച്ച് ദിവസത്തെ വ്യത്യാസത്തിലാണ്. ആദ്യം ഫസ്റ്റ് ഞാനാണ് ചെന്നത്, പിന്നീട് സീനിയാണ് വന്നത്. ക്യാമ്പിൽ കുറച്ച് ഒരു 10-40 കുട്ടികൾ ഉണ്ടായിരുന്നു, പെൺകുട്ടികൾ. അതിലൂടെയാണ് പിന്നെ ഞങ്ങൾ കൂടുതൽ സീന കുറച്ചുകൂടെ ഞങ്ങൾ ക്യാമ്പ് തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞ് വന്ന് ക്യാമ്പിൽ ജോയിൻ ചെയ്തു. എങ്കിലും കളിയുടെ കാര്യത്തിൽ സീന ഒരുപാട് ബെറ്ററായിരുന്നു. നമ്മളൊക്കെ കളി പഠിച്ചത് ക്യാമ്പിലാണ്. സീന പക്ഷേ കളി പഠിച്ച് വന്ന പോലെയാണ് ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തത്. കാരണം പുറത്തൊക്കെ കളിച്ച് പഠിച്ചിരുന്ന് ചേട്ടന്മാരോടൊക്കെ ഒപ്പം കളിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. പഠിച്ചതല്ല, അവരോടൊപ്പം കളിച്ച് ഒരു നല്ലൊരു പ്ലെയറായിട്ടാണ് ക്യാമ്പിലേക്ക് വന്നത്. 6 മണിക്ക് നിന്നില്ലെങ്കിൽ അവർ ഇറക്കൂല കേട്ടോ മഹാരാഷ്ട്രയിലൊക്കെ. വലിയ ചേട്ടന്മാരെ കൂടി കളിച്ചാണ് പിന്നെയും കൂടി പെർഫെക്റ്റ് ആയത്. ഉദയ ക്ലബ്ബ്, സന്തോഷ് ക്ലബ്ബ്, അവരുടെയൊക്കെ കൂടിയൊക്കെ കളിച്ചാണ് ഞാനൊക്കെ ഒരു പ്ലെയർ ആയിട്ടുള്ളത്. അവരെ കൂടി കളിക്കുമ്പോൾ കുറച്ചും കൂടി അവർ നല്ല പാസ് വരും, സ്പീഡ് വരും, അവരുടെ ഒപ്പം എത്താൻ ശ്രമിക്കും. അന്നാണെങ്കിലും ഈ വനിതാ ഫുട്ബോൾ എന്ന് പറയുന്നത് അത്ര പോപ്പുലർ ഒന്നും അല്ലല്ലോ. പോപ്പുലർ അല്ലെങ്കിലും ഏറ്റവും കൂടുതൽ നല്ല പ്ലേയേഴ്സ് ഉണ്ടായത് പണ്ടാണ്. അവരൊക്കെ ഒരു കോർണർ എടുത്ത ഗോളാ, ഒരു ഗോൾ കിക്ക് എടുത്താൽ നമ്മുടെ ഈ 18 യാർഡിന്റെ അടുത്ത് വരും, എതിർ പോസ്റ്റിന്റെ. അത്ര പവർഫുൾ പ്ലേയേഴ്സാണ്. ആ ജില്ല കളിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു. പിന്നെ ഇന്ത്യൻ ഡിസ്ട്രിക്ട് നടക്കും. അതെല്ലാം നമ്മുടെ ജില്ലകളിൽ നിന്നും മത്സരങ്ങൾ പങ്കെടുത്ത് അതിൽ നിന്ന് പിന്നെ ആ സ്റ്റേറ്റ് ക്യാമ്പിലേക്ക് സെലക്ട് ചെയ്യും. ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് എനിക്കൊക്കെ സെലക്ഷൻ കിട്ടിയത്. സീനക്കൊക്കെ ഫസ്റ്റ് നമ്മൾ ജില്ല കളിച്ചു, ആ വർഷം തന്നെ സ്റ്റേറ്റ് ക്യാമ്പിലേക്ക് സെലക്ഷൻ കിട്ടി. ചാക്കോ സാർ എന്നുള്ള സാറുണ്ടായിരുന്നു, അദ്ദേഹമാണ് പ്രാക്ടീസ് വന്നിരുന്നത്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അസീം സാർ എന്നുള്ള സാറുണ്ടായിരുന്നു. സാറ് പ്രാക്ടീസ് വന്നു. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഒരു ജോസ് സാർ എന്ന് പറയുന്ന സാറ് പ്രാക്ടീസ് വന്നു. പിന്നെ ഞങ്ങൾക്ക് ബാലൻ സാർ പ്രാക്ടീസ് വന്നു. അങ്ങനെ കുറേ കോച്ചേഴ്സ് ഉണ്ട്, പറഞ്ഞാൽ തീരാത്ത അത്തരം കോച്ചന്മാർ പ്രാക്ടീസ് വന്നിട്ടുണ്ട്. ഈ ഫുട്ബോൾ തന്നെ കളിക്കണം, ഫുട്ബോൾ കളിച്ചിട്ടാണ് എൻ്റെ കരിയർ, അതാണ് ജീവിതം
എന്നൊക്കെ അതെനിക്ക് ഭയങ്കര കൊതിയാണ്. ഇപ്പോഴും കളിച്ച് കൊതി തീർന്നിട്ടില്ല. ആ കൊതി അന്നേ ഉണ്ട്. ഭയങ്കര കൊതിയാ എനിക്ക് ടീമിൽ ഇറങ്ങി എനിക്ക് ജയിക്കണം. ജയിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഓവറെ ഇടിച്ചിട്ട് നാശിപ്പിച്ച് ഞാൻ ബോൾ എടുത്തോണ്ട് പോസ്റ്റിൽ കൊണ്ട് അടിച്ചിട്ട് തിരിച്ചു വരുള്ളൂ. അങ്ങനെ ഒരു ത്വര ഉണ്ടായിരുന്നു നമുക്ക്. ഗ്രൗണ്ടിലിറങ്ങി വാശിയാണ്, ഭയങ്കര ടഫായിരിക്കുള്ളൂ. കളി എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു എൻഡ് വരെ, സ്റ്റാർട്ട് ടു എൻഡ് ഫൈറ്റ് ചെയ്ത് തന്നെ കളിക്കുള്ളൂ. സെൻട്രൽ മിഡ്ഫീൽഡിലാണ് ഞാൻ കൂടുതൽ കളിച്ചേക്കുന്നത്. 2 സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക, കൊടുത്ത ബോൾ കോർണർ മേടിക്കാൻ ചെല്ലുക, നമ്മൾ ക്രോസ് ചെയ്യുക, അങ്ങനെയൊക്കെ കുറച്ച് ടെക്നിക്കുകൾ പല പല നല്ല കോച്ചേഴ്സിൻ്റെ ഇടയിൽ വരുമ്പോൾ നമ്മൾ നല്ലതല്ലത് പഠിക്കും. ഇപ്പോഴും അതേ കളി തന്നെ കളിക്കേണ്ട, അതല്ലേ ഒരു അതിശയം. നമ്മളിപ്പോൾ കളി കാണുമ്പോൾ ഞാൻ ഓർക്കും എല്ലാ സ്കില്ലുകൾ, അന്ന് കാണിക്കാത്ത സ്കില്ല് പോലും ഇപ്പോൾ കളിക്കുന്നുണ്ട്. ആമ്പിളേരോടൊപ്പം കളിക്കണുള്ളൂ. അത് പെൺകുട്ടികളെ കൂടെയല്ല കളിക്കുന്നത്, ഫുൾ ആണുങ്ങളുടെ ഒപ്പമാണ് കളിക്കുന്നത്. അവർ കുട്ടികളൊക്കെ ഭയങ്കര അവർക്ക് തന്നെ നോക്കി നിന്ന് കാണാൻ പറ്റിയ ഒരു കൗതുകത്തോട് നോക്കി നിന്ന് കാണുന്നതാണ് സീനനെ. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടംമാതിരി ഓപ്പർച്യൂണിറ്റി ഭയങ്കരമാണ്. പെൺകുട്ടികൾ വന്നാലും പഴയമാരല്ല, എല്ലാം പ്രൊഫഷണൽ കളിക്കാം. അന്നത്തെ കാലത്ത് പ്രൊഫഷണൽ കളിക്കാനോ പൈസ കിട്ടാനോ മാർഗമില്ലാത്ത സമയത്താണ് സീന ഇത്ര അധികം ഇന്ത്യ കളിച്ചു തുടങ്ങുന്നത്. അത് അവളുടെ ഗട്ട്സും കമ്മിറ്റ്മെൻറ്റും അത് വലിയൊരു സംഭവമാണ് അവളുടെ. പെൺകുട്ടികളെന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും എന്തിനാ പെൺകുട്ടികളെ കളിക്കാൻ പോകുന്നത്. ഇപ്പം അങ്ങനെയല്ല. അന്നത്തെ കാലത്ത് കേട്ടോ അവരെന്തിനാ പോകണം അങ്ങോട്ട് എന്നൊക്കെ പറയും. അവൾക്ക് നല്ല അനുഭവം ഉണ്ട്, അവൾക്കറിയാതെ, അവളോട് ചോദിച്ചാൽ തന്നെ അറിയാം. ആ സമയത്താണ് ഇത്ര അധികം ഇന്ത്യ കളിക്കുന്നത്. അത് അവളുടെ ഗട്ട്സാണ്. അത് അന്ന് കൂടെ കളിച്ച ആൾക്കാരൊക്കെ ആരൊക്കെയാ? ഇഷ്ടംപോലെ നമ്മുടെ സൂനയുണ്ട്, ബെൻഡിലടിക്കൊത്തുണ്ട്, റീത്തയുണ്ട്, റീജയുണ്ട്, ഗിരിജയുണ്ട്, അജിതയുണ്ട്, നെറീനയുണ്ട്, ബീല മാർഗരേറ്റ് ഉണ്ട്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഞങ്ങളുടെയൊക്കെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഫുട്ബോൾ മാത്രമേ അറിയുള്ളൂ, വേറൊരു ഗെയിം അറിയില്ല. പഠിക്കാനെന്ന് വെച്ചാൽ ഭയങ്കര മോശവും. അതാണ് പറഞ്ഞത്, ആ സമയത്തൊരു പെൺകുട്ടി ഇത്രയും സ്ട്രെയിൻ ചെയ്തിട്ട് അത്ര പെയിൻ എടുത്തിട്ടുണ്ട് അവള്. ഇപ്പോൾ ബൂട്ട് പഠിക്കാൻ കാശില്ലാത്ത കുട്ടിയൊക്കെ ആയിരുന്നു അവള്. എന്നിട്ട് അവൾ അത്രയും പെയിൻ എടുത്ത് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ സഹായിക്കാനോ, ഇപ്പം ഈ സമയത്ത് എന്ന് വെച്ചാൽ പറഞ്ഞാൽ ബൂട്ട് ഇല്ലാത്തൊരു കുട്ടികളുണ്ടാവില്ല. ഞങ്ങൾ രണ്ടുപേരും കളിക്കുന്ന സമയത്ത് നമുക്ക് ബൂട്ട് പിടിച്ച് ആരും തരാണ്ടായിരുന്നില്ല. ആ സമയത്ത് അത്രയും സ്ട്രെയിൻ ചെയ്തിട്ട് അവള് ഇന്ത്യക്ക് കളിക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമില്ല. ആ സമയത്ത് എന്ന് വെച്ചാൽ മണിപ്പൂരിൻ്റെ ഇഷ്ടംമാതിരി ബെസ്റ്റ് പ്ലെയേഴ്സ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലാണ് അവൾ ഫസ്റ്റ് ലെവലിൽ കളിക്കുന്നത്. അതാണ് അവളുടെ ഒരു കോൺഫിഡൻസ്. പൈസ കിട്ടുന്ന ഒരു കളിയൊന്നും കളിച്ചിട്ടില്ല. അപ്പോഴും പൈസയൊന്നുമില്ല, കയ്യിൽ നിന്ന് ഭക്ഷണം കിട്ടും, കളിക്കാനൊക്കെ പോയ ഭക്ഷണമൊക്കെ കിട്ടും. ഡ്രസ്സൊക്കെയോ? കളിക്കുന്ന ഡ്രസ്സ് കിട്ടും. അതൊക്കെ ഇങ്ങനെ യൂണിഫോമുകൾ, അല്ലാത്ത ഡ്രസ്സൊക്കെ നമ്മൾ കൊണ്ടുപോകണം. എറണാകുളം ജില്ല കളിച്ചു, കേരള ടീം കളിച്ചു. പിന്നെ കേരള ടീം കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേരള ടീമിൻ്റെ ക്യാമ്പിൽ നിന്ന് നമ്മൾ ഇന്ത്യൻ ക്യാമ്പിലോട്ട് വിളിക്കും. ഇന്ത്യൻ ക്യാമ്പ് കുറേ അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് ടീമിലോട്ട് കിട്ടലൊക്കെ ഭയങ്കര കുറവായിരുന്നു. പിന്നെ പോയി ടീമിലോട്ട് കിട്ടാൻ തുടങ്ങി. ഇന്ത്യൻ ടീമിൽ കളിച്ചു. ഏത് വയസ്സിലാ ഇന്ത്യൻ ടീമിൽ ആദ്യം കളിക്കണേ? പ്രായമൊന്നും ഓർക്കുന്നില്ല, ഇങ്ങനെ കളിച്ചിങ്ങനെ പോകാനാണ്. വയസ്സൊന്നും നോക്കണ പരിപാടിയൊന്നുമില്ലല്ലോ. എന്നാലും ചെറുതിൽ തന്നെ കളിച്ചു. ചെറുതെന്ന് ഒരു 10-20 സംതിങ്ങിലൊക്കെ കളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരു ഗെയിമുകൾ ഇങ്ങനെ തുടരെ ഉള്ളത് കൊണ്ട് അങ്ങനെ കളിച്ച് പോകുന്നതാണ്. അപ്പോൾ എറണാകുളം ജില്ലയാണ് തുടക്കം. എറണാകുളം ജില്ല, കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഈസ്റ്റ് ബംഗാൾ, പിന്നെ അങ്ങനെ കുറേ കളിച്ച് ഇപ്പോൾ ഇവിടെ വരെ. ആദ്യത്തെ യാത്ര ഓർമ്മയുണ്ടോ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയത്? നല്ല ഓർമ്മയുണ്ട്. തമിഴ്നാട് ട്രെയിനിലാണ് പോയ? ട്രെയിനിൽ. അപ്പോൾ തമിഴ്നാട് ടീമിന് വേണ്ടി കളിക്കാനാണ് പോയ. അവിടെ ചെന്ന് തമിഴ്നാട് ടീമിന് വേണ്ടി കളിച്ചു.
അവർ കുറേ സാമ്പാറും ചോറും തരും, കളിക്കാൻ കൊണ്ടുപോകും. വൈകുന്നേരം കളിച്ചിട്ട് ഈ പശുവിനെ മേയ്ക്കാൻ കൊണ്ടുപോകണല്ലോ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരും. രാവിലെ പിന്നെയും കുറേ സാമ്പാറും ചോറും തരും, വേറെ ഒന്നും തരില്ല, കളിക്കാൻ കൊണ്ടുപോകും. ചിട്ടി ബാബു സാർ എന്ന് ഒരു പുള്ളിക്കാരനായ അദ്ദേഹമൊക്കെ പരിചയിക്കണം. ഭയങ്കര പ്രായമാണ് അന്ന് തന്നെ. എന്നെ സംബന്ധിച്ച് സാമ്പാറും ചോറൊക്കെ കിട്ടുന്നത് ഭയങ്കര അത്ഭുതം തന്നെയാണ്. എനിക്കൊക്കെ അത് മതി. ഭക്ഷണം നമുക്കത് തന്നെ അധികമായിരുന്നു. കളിച്ചാൽ മതി, എനിക്കൊക്കെ കളിച്ചാൽ മതി. ഇങ്ങനെ ഭക്ഷണമൊന്നും കിട്ടണമെന്നില്ല, കളിച്ചാൽ മതി. നമ്മളങ്ങനെ കളിച്ചടിച്ച് നടക്കും. കുറച്ചാൾ കഴിയുമ്പോൾ തിരിച്ചു കൊണ്ടുവന്ന് പിന്നെ കർണാടക കൊണ്ട് കളിക്കാൻ പോയി. അപ്പോൾ വേറൊരു ഭക്ഷണം. അങ്ങനെയൊക്കെയാണ് ആദ്യമായിട്ട് പുറത്തു പോയത്. പിന്നെ അവർ ഈ കൈ കൊണ്ടൊക്കെ അവർ ചോറൊക്കെ തരും. അതൊക്കെ പിന്നെ ഞാൻ തമിഴ്നാട്ടിൽ കളിച്ചാൽ പോകൂല. അപ്പൊ എന്താന്ന് എല്ലാരും ചോദിക്കുമ്പോ നമുക്കിത് പറയാൻ പറ്റില്ലല്ലോ. അവൾക്ക് ഗതിയില്ല, എന്നിട്ട് അവൾക്ക് അങ്ങനെയാണ് നമ്മുടെ വ്യക്തിത്വം. അത് നമുക്കൊരു ഇഷ്ടപ്പെടാതായിക്കണത്. അതെന്നും പറഞ്ഞാൽ ഇതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ എനിക്ക് ഇഷ്ടമല്ല ഒരു കൈയിട്ടൊക്കെ വരുത്തില്ല. ചോറ് കഴിക്കാൻ തോന്നില്ല. പിന്നെ പട്ടണ കിടന്ന് മനുഷ്യന് മതിയായി. കൈ പട്ട കിടന്ന് മതിയായി. കൈയിട്ട് വാരി തിന്നാലും വേണ്ടി കൈയെങ്കിൽ കൈതാ ചോറിട്ട് പിന്നെ ചിട്ടി ബാസാറ കാണുമ്പോ തന്നെ ഞാൻ ഓടിക്കണേ. KFA കേരള ഫുട്ബോൾ അസോസിയേഷൻ എടുത്തതിന് ശേഷം സ്ഥിരമായിട്ട് ടീമിലുണ്ട്, സെൻട്രൽ മിഡ്ഫീൽഡ്. അത് കളിച്ച് നല്ല സക്സസ് ആയി. നമ്മുടെ ആ ഒരു പോസ്റ്റ് ഞാൻ വേറൊരാളെ അക്കോമഡേറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് കുറവുകൾ ഉണ്ടാകുമെങ്കിലല്ലേ അതിന് ഞാനൊരു അവസരം കൊടുക്കില്ല. സാറിൻ്റെ വിശ്വാസം എങ്ങനെയാണോ ആ വിശ്വാസത്തെ ഞാൻ നിലനിർത്തി കളിക്കുമായിരുന്നു. നമുക്കൊരു വർഷം 2 കളി ഉണ്ടാവും. ഒരു ഫെഡറേഷൻ കപ്പ്, ഒരു സീനിയർ നാഷണൽ. ഫെഡറേഷൻ കപ്പ് സീനിയർ നാഷണൽ, ഫെഡറേഷൻ കപ്പ് സീനിയർ നാഷണൽ. 90 മുതൽ 2014, 15 വരെയൊക്കെ കളിച്ചു. അപ്പോൾ ഒരു 10-48 കേരളം കളിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പലതവണ ഇന്ത്യക്ക് വേണ്ടി കളിച്ചു. ക്യാമ്പിൽ പോയി, പാട്ടിയാല ക്യാമ്പിൽ പോയി, ഡൽഹി ക്യാമ്പ്, കൽക്കട്ട ക്യാമ്പ്, അങ്ങനെ കുറേ ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ക്യാമ്പ്. ഇന്ത്യക്ക് വെളിയിൽ പോണത് ജർമ്മനിയിലാണ്. നമ്മ തണുപ്പത്തൊക്കെ ഇടൂലേ ഈ കോട്ടൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഇങ്ങനത്തെ കോട്ടൊക്കെ സിനിമയിൽ കണ്ടിട്ടുള്ളു. അതായത് ബാലങ്കേനാരൊക്കെ ഇട്ട് കണ്ടേക്കണം. കയ്യിൽ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. ഇതുപോലത്തെ കോട്ട് നമുക്ക് കിട്ടിയാന്നുള്ളൊരു സന്തോഷമായിരുന്നു. ഭയങ്കര വലുതാണ്, പക്ഷെ ഇത് തണുപ്പിന് ഭയങ്കര ഗുണം ചെയ്ത് ആ സമയത്തൊക്കെ. ഇത് വേറൊന്നും ഓർക്കണില്ല. കളിച്ച് കുറേ കളിക്കാൻ കഴിവ് ദൈവം നമുക്ക് തന്നപ്പോൾ കളിച്ചെന്നല്ലാതെ എന്താണ് ഇതെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നിട്ട് ഈ കോട്ടിട്ടുണ്ട് തന്നെ എപ്പോഴും നടക്കും. തണുപ്പ് ഒക്കെ കോട്ടൊന്നും നമ്മൾ മറക്കില്ല. ജേഴ്സി ഇന്ത്യയുടെ ഈസ്റ്റ് ബംഗാൾ കുറേ നമ്പർ CR7 കുറേ നമ്പർ ഇട്ടുണ്ട്. ഈസ്റ്റ് ബംഗാളിന് എനിക്ക് CR7 ആയിരുന്നു. സീന 7. ഈ ജേഴ്സിയൊക്കെ ഇപ്പം ഇട്ട് കളിക്കണം കണ്ടിട്ട് എനിക്ക് കൊതിയാവണേണ്. കാരണം നമ്മളൊന്നും ഈ ഒരു ഇതൊക്കെ ഭയങ്കര ഒരു ഫുട്ബോൾ പ്ലേയേഴ്സിന് വേണ്ടി അവർ എന്തും ചെയ്യും. എന്ത് ഭക്ഷണവും പ്ലേയേഴ്സ് വളക്കൂറ പറയണ്ട. സീന 2 കളർ തന്നു. 48 തവണ കേരളത്തിന് വേണ്ടി കളിച്ച്. അത്രയും ജേഴ്സി ഉണ്ടാവുമല്ലോ. ബംഗാളല്ലാതെ മറ്റേ കർണാടകക്കും തമിഴ്നാടിനും കൊണ്ടൊക്കെ കളിച്ചിട്ടുണ്ട്. പക്ഷേ അത് അന്നത്തെ കാലത്തൊരു ഫോട്ടോ എടുത്ത് വെക്കാനാണ്, എടുത്ത് സൂക്ഷിച്ച് വെക്കാനൊന്നും ഇല്ലത്. ഇപ്പോൾ കുറച്ച് കാലം കൊണ്ട് എടുത്ത് വെച്ചതൊക്കെയാണേ ഉള്ളൂ. ഇതൊക്കെ ജേഴ്സിയാണ്.
മീഡിയ പ്രാധാന്യം കൊടുക്കാഞ്ഞിട്ടാണ് ഞങ്ങളെയൊക്കെ തിരിച്ചറിയാതെ പോയത്. അവരുടെ ഒപ്പം തന്നെ ഇങ്ങനെ ഒരു പ്ലേയേഴ്സ് ഉണ്ടെന്നും പറഞ്ഞ് പത്രത്തിൽ ഒരു കളി ജയിച്ചതെങ്കിലും ഇട്ടിരുന്നെങ്കിൽ ഞങ്ങളെയൊക്കെ എല്ലാവരും അറിഞ്ഞാനെ. അത്രയും കളി ഞങ്ങൾ കളിച്ചിട്ടുണ്ട്. ഡബിൾ ലെഗ് സെമി ഫൈനൽ ഒക്കെ അടിച്ചിട്ടുണ്ട്. മണിപ്പൂരിനെ അടിച്ചിട്ടുണ്ട് 2 പ്രാവശ്യം സെമിയിൽ. സെമിയിൽ തോറ്റിട്ടുമുണ്ട് പല തവണ. പിന്നെ 3rd പൊസിഷൻ, 2nd പൊസിഷൻ ഒക്കെ ഞങ്ങൾ നേടിയിട്ടുള്ളതാണ്. അപ്പോൾ പല തവണ നമ്മൾ 2nd ഫസ്റ്റും ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഞങ്ങളെക്കാളും മുമ്പുള്ള സീനിയേഴ്സൊക്കെ ഒരുപാട് തവണ. നല്ല കളി എന്ന് പറഞ്ഞാൽ നല്ല ഉഗ്രം ഗെയിം കളിച്ചിട്ടുള്ളത്. എന്നൊക്കെ മീഡിയ ഞങ്ങൾക്കൊരു പ്രാധാന്യം തന്നിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞറിയിക്കേണ്ടി വരില്ലായിരുന്നു. എല്ലാവരും അറിഞ്ഞാൽ സത്യം പറയാലോ. ഇപ്പം ഇതേപോലെ ഓരോ ക്യാമറക്ക് മുമ്പിൽ നമ്മൾ ഇരിക്കുമ്പോൾ അന്നായിരുന്നെങ്കിൽ എനിക്കൊരു ഫോട്ടോ എടുത്ത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചേക്കണ ദിവസങ്ങളുണ്ട്. ജർമ്മനിയിലൊക്കെ ഞാൻ ചെന്നിറങ്ങുമ്പോൾ എനിക്കൊരു ഫോട്ടോ എടുത്ത് കിട്ടിയെങ്കിൽ ദൈവമേ എന്ന് പറഞ്ഞു. നല്ല ഡ്രസ്സ് ഇട്ടിട്ട്, ഒരിക്കലും കാണാത്ത നല്ല ഡ്രസ്സ് ഇട്ട് മറ്റു രാജ്യങ്ങളിൽ നിൽക്കുമ്പോൾ അതുപോലും നമുക്കൊന്നും ഉണ്ടായിട്ടില്ല. കേരള ടീമിൽ നമ്മൾ എത്ര ഗോൾ അടിച്ചാലും എത്ര നല്ല കളി കളിച്ചാലും ഒന്ന് ഇന്ന ഗോള് ഇന്ന ആളടിച്ചെന്നൊക്കെ പറഞ്ഞു പോലും ഒരു ചെറിയ കുളത്തിലൊക്കെ വന്ന് പക്ഷെ നമ്മളൊന്നും ഒരിക്കലും അങ്ങനെ വളർത്തിയിട്ടില്ല. പക്ഷെ അതേ സ്റ്റാൻഡേർഡിൽ അതേ ബോൾ വലിപ്പത്തിൽ അതേ ഗ്രൗണ്ടിൽ അതേ പോസ്റ്റിൽ നമ്മൾ കളിച്ചിട്ടുള്ള ആൾക്കാരാണ്. അതേ ഡ്യൂറേഷനിൽ 90 മിനിറ്റ്സ് ആണ് 90 മിനിറ്റ്സ്. അവളോട് പഴയ ഫോട്ടോസോ വീഡിയോസോ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ടാവില്ല. കാരണം ആ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, മീഡിയയും കുറവ്. പിന്നെ ഈ പേപ്പറിലൊക്കെ എഴുതി അന്നത്തെ ബെസ്റ്റ് എഴുതുന്ന ആൾക്കാരുണ്ട്. ഫുട്ബോളിനെ കുറിച്ച് നമ്മുടെ കളി കാണുമ്പോൾ എഴുതുന്നവർ. അതൊക്കെയാണ് ഇപ്പോഴത്തെ ആൾക്കാരെ മനസ്സിൽ നിൽക്കുന്നത്. കാരണം അവർ ഗ്രൗണ്ടിൽ പോകാത്തവർ ഒരിക്കലും കളി കണ്ട മാതിരിയാണ് ആ പേപ്പർ ആ കളി കുറിച്ച്. അതൊക്കെ ഭയങ്കര അവർക്ക് ഫുട്ബോളിനെ കുറിച്ച് അറിയാം എഴുതുന്നവരൊക്കെ. ഇതെല്ലാം വേൾഡ് കപ്പിൻ്റെ ഇതാണ് കേട്ടോ, ആൽബങ്ങൾ. അത് കാണേണ്ടത് തന്നെയാണ്. യൂറോ കപ്പ് ഉണ്ടോ? ഇത് കേരള ബ്ലാസ്റ്റേഴ്സ്. സച്ചിന്മയം ഫുട്ബോളിലും എല്ലാം കളി ഫുള്ളുണ്ട്. ഫുള്ള് ഇവിടെ ഭയങ്കര കളി എഴുത്തിന്റെ സ്ഥലവും കൂടിയാണല്ലോ. കേരളത്തില് ഫുട്ബോൾ എഴുതുന്ന ഒരുപാട് ജേർണലിസ്റ്റുകളൊക്കെ ഉണ്ട്. അവരൊന്നും പക്ഷെ ഒരിക്കലും വനിതാ ഫുട്ബോളിനെ മൈൻഡ് ചെയ്തിട്ടില്ല അല്ലേ? ഏയ് വനിതാ ഫുട്ബോളിനെ അങ്ങനെ രംഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള എഴുത്തൊന്നും കണ്ടിട്ടില്ല. പക്ഷെ അതായത് നമ്മളുടെ ഒരു ജീവിത ചരിത്രമാണ്, അല്ലെങ്കിൽ അതുങ്ങൾ അത്രയും കളിച്ചിട്ടാണ് ആ ഉയർച്ചയിലോട്ട് എത്തിയേക്കണേന്ന് മറ്റുള്ള മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുത്ത് വീണ്ടും ഒരു തലമുറകളും കൂടി ഇതിലോട്ട് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടൊരു എഴുത്തൊന്നും ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെ എഴുതിയിട്ടില്ലായിരുന്നു. നമുക്കിവിടെ ഒരു സ്പോർട്സിൽ തന്നെ സ്ത്രീകളുടെ എന്ന് മാത്രമല്ല പൊതുവേ സ്പോർട്സിൽ തന്നെ ഒരു സ്ട്രക്ചർ ഇല്ല. ഇപ്പം എവിടുന്നാണ് ആരെങ്കിലും നന്നായി പോകുന്നത് അത് സിസ്റ്റം കാരണമല്ല, അത് അവരുടെ സ്വന്തം കഴിവ് കാരണം. മീഡിയയുടെ ചിന്താഗതി ചേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യം തന്നെ. ഞാൻ ആദ്യം ഒരു സ്ത്രീകളുടെ ക്രിക്കറ്റ് മാച്ച് റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ ആദ്യം എന്നോടൊരു മുമ്പ് കളിച്ചിരുന്നൊരു സ്ത്രീ അതാണ് ആദ്യം എന്നോട് പറഞ്ഞത്, പ്ലീസ് ഞങ്ങളെ ആരെയും ഇത് മറ്റേ ലേഡീസ് ആലൻ ബോർഡർ അല്ലെങ്കിൽ ലേഡീസ് സച്ചിൻ ടെണ്ടുൽക്കർ അങ്ങനെയൊന്നും പറയരുത്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ളൊരു വ്യക്തിത്വം തരും. അതാണ് ആദ്യം നമ്മൾ ഇത് കവർ ചെയ്യാൻ പോകേണ്ട ആൾക്കാർ ആദ്യം അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് വേറെ തന്നെ അവരുടെ തന്നെ ഒരു കളിയാണ്. ഇതല്ലാതെ ആണുങ്ങളുടെ കളിയുടെ ഒരു എക്സ്റ്റൻഷനോ ഒരു എന്താ പറയുക ഒരു ആഡ് ഓൺ ഇതൊന്നും അല്ല. ഇത് അവരുടെ തന്നെ ആയിട്ടുള്ള കളിയാണ്. അപ്പം അങ്ങനത്തെ ഡിസ്ക്രിപ്ഷൻസ് പറ്റണത്ര ഒഴിവാക്കുക. അങ്ങനെ അംഗീകാരങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല, ആർക്കും തന്നെ ഉണ്ടായിരുന്നിട്ടില്ല. സീനക്കെന്ന് മാത്രമല്ല നമ്മുടെ വനിതാ ഫുട്ബോൾ പ്ലേയേഴ്സിന് അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനൊരു എടുത്തു പറയാനും നമുക്ക് ഓർത്തിരിക്കാനും അങ്ങനെ ഇല്ല ഒന്നും. ലുഫ്താൻസ എന്ന് പറഞ്ഞ ഫ്ലൈറ്റിലാണ് ചെന്നത്.
ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ആ ടയറിൻ്റെ അടുത്ത് പോയി ഞാൻ നിന്ന്. അവനൊരു ഫോട്ടോ എടുത്ത് തരുമെന്ന് ചോദിച്ചു. കാരണം ആ ടയർ എൻ്റെ അത്രയുണ്ട്. ആ ടയർ കണ്ടിട്ട് എൻ്റെ കൊതിയായിട്ടേ ഞാനൊരു ഫോട്ടോ എടുത്ത് തരുമെന്ന് വെച്ചിട്ട് നമുക്കൊന്നും എടുത്തു തരാനൊന്നും ആരുമില്ലായിരുന്നു. എന്തിന് കളിക്കാൻ പോയ കേരളത്തിലെ ആൾക്കാർ പോലും തിരിച്ചറിയണ്ടായിരുന്നില്ല കളിക്കാനാ പോണേന്ന്. ഒരു ന്യൂസ് പോലും പത്രത്തിൽ വരില്ല ഞാൻ ഇത്രയും മരിച്ച് കളിച്ചിട്ട്. എൻ്റെ ഓർമ്മകളിൽ എൻ്റെയൊക്കെ കളി കാണാനായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നേക്കുന്ന സെവൻസാണ്. മലപ്പുറം, മഞ്ചേരി, പെരിന്തൽമണ്ണ, ഫറൂഖ്, സുൽത്താൻ ബത്തേരി എന്നൊക്കെ പറഞ്ഞ ഈ ഇവിടെ നിന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് വടക്കോട്ട് കാസർഗോഡ് വരെ ഞങ്ങൾ കളിച്ചേക്കുന്ന സെവൻസ്. അത് കാണാനുള്ള ജനങ്ങളെ കണ്ടാൽ ഞങ്ങൾ അറിയാതെ കളിക്കുന്ന കളികൾ ജീവിതത്തിൽ ഞങ്ങൾക്ക് അത്രയും ആ സന്തോഷം കിട്ടില്ല. ഒരു 45,000-50,000 പേര് കാണികളോടത്താണ് ഞങ്ങൾ കളിക്കുന്നത്. അതും രാത്രി 8 മണിക്ക് ലൈറ്റിൽ. ആ കളി എന്നൊക്കെ പറഞ്ഞാണ്ടല്ല വേൾഡ് കപ്പാണ് ഞങ്ങൾ കളിക്കണേന്ന് തോന്നിപ്പോവും. അത്ര ത്രില്ലായിരുന്നു. ബോൾ താഴ്ത്ത് വെക്കാൻ സമ്മതിക്കില്ല. സിസർക്കട്ടും അതും ജനങ്ങളുടെ ആ ഇത് പിടിച്ചു പറ്റാൻ, ആവേശം പിടിച്ചു പറ്റാൻ വേണ്ടി എന്തും കാണിക്കും. എനിക്കൊന്നും അങ്ങനത്തെ കളിയൊന്നും നമ്മൾ ശരിക്കില്ല. ലൈവിൽ നമുക്ക് അത്രയും കളിക്കാൻ പേടി തോന്നും. പക്ഷെ അവിടെ കളിക്കണ കളി പിന്നെ ഇഷ്ടം പോലെ സ്ത്രീകളും വരും. നമ്മൾ എങ്ങനെ പെണ്ണുങ്ങൾ ഇങ്ങനെ കളിക്കണെന്നോ അത്ഭുതം വരുന്ന അവർക്ക്. സീനയുടെ ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സീന ഒരു അത്ഭുതമാണ്. സീനയുടെ മൂവ്മെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റാത്തത്ര ഫാസ്റ്റാണ്. അതുകൊണ്ട് എനിക്കൊക്കെ ശരിക്കും അത്ഭുതം എന്ന് മാത്രമേ പറയാനുള്ളൂ സീനയെക്കുറിച്ച്. അത് നമുക്കിങ്ങനെ നോക്കി കണ്ടു നിൽക്കാൻ തോന്നും. അത്ര സ്പീഡാണ് കളിക്ക്. ഒരു പ്രത്യേകതരം ഒരു ഗെയിമാണ് സീനയുടെ കയ്യിലുള്ളത്. സ്പീഡ് മാത്രമല്ല, ഓരോ സ്കില്ലുകൾ, പിന്നെ സിസർ കട്ട്, അതൊക്കെ എനിക്കൊന്നും ഇന്ന് വരെ പറ്റിയിട്ടില്ല. ഒരാളെ പഠിപ്പിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതെല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല. ശരീരം ഒന്നും നോക്കാറില്ല. കളിക്കുമ്പോൾ മിക്കവാറും പുറത്ത് കളിക്കാൻ പോകുമ്പോഴും ഒക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഇഞ്ചേർഡാണ് സീനയാണ്. കാരണം ബോഡി നോക്കാറില്ല. ടീമിന് വേണ്ടി, ടീം ജയിക്കാൻ വേണ്ടി, ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു നേട്ടങ്ങൾക്ക് വേണ്ടി കളിക്കാനില്ല. ബോൾ എവിടെയുണ്ടോ അവിടെയുണ്ട്. കാരണം അത് നമ്മുടെ ടീമിനെ മൊത്തത്തിൽ ബാധിക്കണമെന്ന് വെച്ചിട്ട് ആ ബോളിൻ്റെ എവിടെ ലെഫ്റ്റാണ് കളിക്കണമെങ്കിൽ റൈറ്റിൽ ചെല്ല്, ഫോർവേഡിൽ ബാക്കിന് സപ്പോർട്ട് ചെയ്യും. ഗോൾ കീപ്പറിൻ്റെ അടുത്ത് വരെ ഒന്ന് ക്ലിയർ ചെയ്ത ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഫോളിയൊക്കെ അടിച്ചാൽ പറന്ന് നിൽക്കും നമ്മൾ. സൈഡ് വോളി അതൊക്കെ നല്ല രസമായിട്ട് ചെയ്യും. ഡൈവ് ഹെഡ് പറന്ന് നിന്നൊക്കെ ഹെഡ് ചെയ്യും. മുന്നിലത്തൊക്കെ വീണാലും നമുക്കൊരു പേടിയേ ഇല്ല. നാളെ മുഖം കിട്ടുമോ അല്ലെങ്കിൽ താഴ്ത്ത് വീണ നടുപൊടിയോ അങ്ങനെയൊന്നും ഒരു ചിന്തയില്ല. ജനങ്ങളുടെ ആവേശമാണ് നമ്മുടെ ഹരം. ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അങ്ങനത്തെ ജനങ്ങളാണ് ഞങ്ങളുടെ എൻ്റെയൊക്കെ ജീവിതത്തിൽ ഞാനൊക്കെ ഓർമ്മകളിൽ കണ്ടേക്കണത് അവിടെ മാത്രമേ ജനങ്ങളുള്ളൂ. പിന്നെ പുറത്തോട്ട് കളിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളിൽ ചില ഞങ്ങളുടെ കുറച്ച് ആൾക്കാരുടെ സ്കില്ലൊക്കെ കാണാൻ വേണ്ടി കൽക്കട്ട, ബീഹാർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവിടുത്തെ പത്രങ്ങൾ എഴുതും. ഇപ്പം എനിക്ക് എൻ്റെ ഓർമ്മയിലോട്ട് പത്രം എഴുതിയേക്കണത് സീനക്ക കമാൽ ദേഖനേക്കലി TT നഗർ സ്റ്റേഡിയമേ ആയി എന്നും പറഞ്ഞു. അപ്പം അത് ഞാനിപ്പോഴും അത് കട്ടിങ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ പിന്നെയാണ് മനസ്സിലായത്, ഇങ്ങനത്തെ പത്രത്തിലൊക്കെ വിളിച്ചിട്ടാണ് അവർ അന്നാ വന്നതെന്നൊക്കെ. നമുക്കത് അറിയില്ലായിരുന്നു. പക്ഷെ ആകെ ഞങ്ങൾ ആ കോച്ചിങ് ക്യാമ്പിൽ മാത്രമുള്ളൂ. ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ള സാഹചര്യങ്ങളും അന്നില്ല. നമുക്ക് കളിക്കാനുള്ള ബൂട്ടില്ല. പിന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറ്റ് ഇപ്പോൾ ക്ലബ്ബുകളുണ്ട്, സ്കൂൾ ടീമുകളുണ്ട്. അങ്ങനെ എല്ലാവർക്കും നമുക്ക് കളിച്ച് വളരാനുള്ള സാഹചര്യങ്ങൾ ഇപ്പം ഉണ്ട്. നമുക്ക് അന്ന് അങ്ങനെയൊന്നുമില്ല. ഡ്രസ്സ് മാറാൻ പോലും ഞങ്ങൾക്ക് സൗകര്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഡ്രസ്സ് മാറിക്കൊണ്ടിരുന്നത് നമ്മൾ ടിനോ ഹാളിലായിരുന്നു. ഞങ്ങൾ ആദ്യത്തെ ഫസ്റ്റ് കോച്ചിങ് ക്യാമ്പ് ഉണ്ടായിരുന്നു. ചാക്കോ സാറ്
ആ സാറിൻ്റെ കീഴിലാണ് ഞങ്ങൾ പഠിച്ചു തുടങ്ങിയത്. നസീം സാറ് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം നമുക്ക് ചെറിയ ചെടിയുടെയൊക്കെ മറയിൽ നിന്നിട്ടാണ് ഞങ്ങൾ, അപ്പം ഈ സാഹചര്യങ്ങളൊന്നും അല്ല പണ്ട്. ഞങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് പച്ചയെന്ന് പറഞ്ഞ പച്ച ഉണ്ടല്ലോ, കണ്ടിട്ടുണ്ട്? അതിൻ്റെ ഇടയിൽ നിന്ന് തുണി മാറണത്. പിന്നെ എങ്ങനെ നാണം പോകാതിരിക്കും? നമുക്ക് അന്നൊക്കെ മാറാൻ, ഡ്രസ്സ് മാറാൻ പോലും സ്ഥലമില്ല. അപ്പം ഈ കാട്ടിൽ നിന്ന് മാറി മാറി ഇതൊന്നും ഒന്നുമില്ലെന്നായി. പിന്നെ പിന്നെ അന്ന് വിചാരിച്ചിട്ട് നമ്മൾ വൾഗറായിട്ടല്ല, നമുക്ക് ഷോർട്സ് ഇടണത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഇപ്പം ഈ ടീഷർട്ട് മാറിയിട്ട് എന്നോട് ഇടാൻ പറഞ്ഞാൽ ഞാനിടും. ഞാൻ അത് ബോധറിയില്ല. കാരണം ഞാൻ എൻ്റെ പ്രവൃത്തിയെ കൂടുതൽ മാനിക്കുന്ന ഒരാളാണ്. അതിലൊരുന്ന് എൻ്റെ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം കണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൽ സ്പോർട്സ് താരങ്ങൾക്ക് അങ്ങനെ അവരിത് കൊടുക്കില്ല. കാരണം അതിനല്ല, അവർ ലക്ഷ്യത്തെ അവർ പ്രാധാന്യം ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണ് ആ ലക്ഷ്യം? ഇപ്പോൾ ഒരു അത്ലറ്റ് ഇവിടെ ഓടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, ഒരു ഫ്രാക്ചർ സെക്കൻഡ് അവരുടെ ഡ്രസ്സ് മതി അവർക്ക് പുറകിലോട്ട് പോകാൻ. അതുകൊണ്ട് അതുപോലെ അവർക്ക് ഇല്ലാതെ ഓടണതാണ് കുറച്ചും കൂടി സ്പീഡ്. അതാണ് അത്ലറ്റ്. അപ്പോൾ അത്രയും സ്പീഡിൽ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഇതിപ്പോൾ ഇത്ര ഇറങ്ങിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റില്ല. നല്ല ഉയരത്തിലൊരു ബോൾ വന്നാൽ എനിക്ക് കാല് ഉയർത്താൻ പറ്റില്ല. അങ്ങനെ ഉയർത്താതെ വരുമ്പോഴത്തേക്ക് എൻ്റെ നടുവിൻ്റെ ബാലൻസ് പോകും. എൻ്റെ ഈ കാല് കറക്റ്റ് താഴ്ത്തുണ്ടാവില്ല. അതേസമയം നമ്മൾ കറക്റ്റ് ഡ്രസ്സിങ് ആണ് നമ്മുടെ എങ്കിൽ, അതായത് പ്രോപ്പർ ഡ്രസ്സിങ്ങിൽ നമുക്കത് അത്രയും കംഫർട്ടാണ് നമ്മുടെ ബോൾ എടുക്കാനും കളിക്കാനും. എന്താണ് കൃഷ്ണപ്രിയ, ഇത്തിരി സ്പ്രേ അടിച്ചോ? കൃഷ്ണപ്രിയ ചെന്നിട്ട് 4 ടൈം നിന്നോട് ഐസ് വെക്കാൻ പറഞ്ഞിട്ട് വെച്ചായിരുന്ന? പിന്നെ എത്ര പ്രാവശ്യം വെച്ചു? ഇനി രാത്രി ആകുമ്പോൾ ഇത്തിരി ചൂട് വെക്കണം കേട്ടോ ഐസ് വെച്ചിട്ട്. ഇതടിച്ചു ഇത്തിരി സ്പ്രേ, ആ പച്ച കളർ സ്പ്രേ അടിച്ചു. ഒരു ബക്കറ്റിൽ ഇച്ചിരി സ്പ്രേ അടിച്ചിട്ട് അങ്ങോട്ട് മുക്കാൻ പാടില്ല. നല്ല അടിയാണ് എല്ലാരും. ആണല്ലേ? പണ്ടേ ഞങ്ങളൊക്കെ കളിക്കുമ്പോ മഹാരാജിലൊക്കെ കളിക്കുന്നില്ലേ, ഇന്ന് ചിലവന്മാർ മാത്രമേ ക്രീമൊക്കെ കൊണ്ടുള്ളൂ, ബോളിനെയൊക്കെ കൊണ്ടുവരുള്ളൂ. അപ്പൊ ഒരാളെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാരും നെക്കി ഒക്കെ എല്ലാരും എടുത്തിട്ട് ഇത് ഇങ്ങനെ പാറ്റവലായി പോകും. തേക്കുന്നുണ്ട് ഒക്കത്തിനും വേണം. ആ പുകച്ചില് വേണം അങ്ങോട്ട് ഇറങ്ങുമ്പോ. അപ്പൊ ഒരു ചേട്ടനുണ്ട്, രാജേട്ടൻ. ആ ചേട്ടൻ ഈ മെഡിക്കൽ ഷോപ്പിലെ പണി. പുള്ളി വീട്ടിൽ നിന്ന് തന്നെ ബോളിനെയൊക്കെ മറ്റേ വിക്സിന്റെ പാത്രത്തിലോട്ടാക്കും, നെക്കി ഇതിനകത്തോട്ട് കോൾഗേറ്റ് നിറക്കും. കോൾഗേറ്റ് നിറച്ചിട്ടില്ലേ പുള്ളി വെറുതെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കും. രാജേട്ടൻ ചിരിക്കണ അവ ഇങ്ങനെ എറിഞ്ഞിട്ട് അങ്ങോട്ട് പോകും. ഒരു പുകച്ചിലൊന്നും അങ്ങോട്ട് ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ വരട്ടിട്ടില്ലേ. മഴയൊക്കെ ഉണ്ടാകും. അപ്പൊ കുറച്ചേരം പത വരും. ഇതൊന്നും മറ്റേ ക്രീമല്ല, മാത്രമല്ല. ചിരിക്കാൻ ചിലതോ ഭയങ്കര ചിരി വരും. ഞങ്ങൾക്കെതിരെ കളിച്ച ടീമുകളും ഒരു ടീമാണ്. ഇവരെ കൂടി ഒന്ന് ഫോട്ടോ എടുക്കാമെന്ന് നോക്കുന്നു. ഞങ്ങളൊക്കെ അവരുടെ അര വരെ ഉള്ളൂ ഡിഫൻസിൻ്റെ ഒക്കെ. പക്ഷെ അവരുടെ ഇടയിൽ നമ്മൾ സിസർ കട്ട് അടിച്ച് ഗോളാക്കി എന്നുള്ളതാണ് അതിൻ്റെ ഒരു അത്ഭുതം. ജർമ്മനിയും ജർമ്മൻ പ്ലേയേഴ്സ് ചാടി കീറി ഇരിക്കണ കാണണം അതിൻ്റെയൊക്കെ മുകളിൽ കൂടി. നമ്മളെയൊക്കെ കോച്ചുമാരാണ് സമ്മതിക്കും അതിൻ്റെ മുകളിൽ കയറി ഇരിക്കാൻ. ഇറങ്ങടി താഴെയെന്ന് പറയാം. പിന്നെ ടീമിലും ഉണ്ടാവില്ല. അവരുടെ വ്യത്യാസം അതാണ്, അവരുടെ പെരുമാറ്റം. കോച്ചുമാർ അവർക്ക് എന്താ പറയുക, അവർക്ക് ഭയങ്കര സ്വാതന്ത്ര്യം കൊടുക്കണം. അപ്പോൾ ആൾക്കാർ ഇതൊന്നും ഒട്ടിക്കാനൊന്നും സ്ഥലമില്ല. അംബുജേഷൻ മെമ്മോറിയൽ ട്രെയിനിങ് സെൻ്ററിലാണ്. അവിടെ ഞാൻ ഹെഡ് കോച്ചായിട്ട് വർക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ അവരതങ്ങോട്ട് പതുക്കെ തന്നെ നിർത്തിക്കളഞ്ഞു. അപ്പോൾ ഈ അവിടെ പഠിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ പിള്ളേരൊക്കെ ഇങ്ങനെ ഡെയിലി വന്ന് അവിടെ വെറുതെ നിന്നിട്ട് പോകണാണുമ്പോൾ എനിക്ക് തോന്നി ഇവരെന്തെങ്കിലും പഠിച്ചാൽ ആ 2 മണിക്കൂറെങ്കിലും ഇവർ ആ മൊബൈലിലെങ്കിലും ഇരിക്കാതിരിക്കുമല്ല. അത്രേ ഞാൻ ആലോചിച്ചു. ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമുള്ളവർ വന്ന് കളിച്ചോട്ടെ എന്ന് മാത്രമേ ആലോചിച്ചുള്ളൂ. അല്ലാതെ വലിയ പ്രൊഫഷണലായിട്ട് ക്ലബ് ഉണ്ടാക്കണമെന്ന് ഓർത്ത് ചെയ്തതൊന്നുമല്ല. അങ്ങനെ ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്തു. അതിപ്പോഴും അങ്ങനെ തുടരുന്നുണ്ട്. എത്ര വർഷമായി? ഇപ്പോൾ 5 വർഷമായി. അതങ്ങനെ അങ്ങനെ പൈസക്ക് ഒന്നുമല്ല, വെറുതെ അവിടെ പഠിപ്പിക്കും. നല്ല കോച്ചേഴ്സിനെയൊക്കെ വെക്കും, ലൈസൻസ് ഉള്ള കോച്ചേഴ്സിനെ വെച്ചിട്ട് പഠിപ്പിച്ചു.
പിന്നെ ഇപ്പോഴാണെങ്കിൽ എല്ലാവർക്കും കളിക്കാൻ അവസരമുണ്ട്. പക്ഷേ പലവർക്കും ഫീസ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലായിട്ടാണ് ഇപ്പോൾ എല്ലാവരും ഫുട്ബോൾ ആണെങ്കിലും ഒരു സെൻറ്റർ കൊണ്ടുപോകുന്നത്. കുറേയൊക്കെ അവർ ഒരു കൊമേഴ്ഷ്യൽ വാല്യൂക്ക് വേണ്ടി കൊണ്ടുപോകുന്ന പോലെ തോന്നിയിട്ടുണ്ട് ഇന്നത്തെ കാലത്ത്. പക്ഷേ ഒരു കുറച്ച് നാൾ മുമ്പ് വരെ ഇപ്പോൾ കൊച്ചിയിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും എല്ലാവരും ഇറങ്ങുന്നുണ്ട്, കളിക്കുന്നുണ്ട്, അധികം ഫീസൊന്നും വാങ്ങുന്നില്ല. അപ്പോൾ മിക്കവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും, മിക്ക ഫാമിലീസിനും. പക്ഷേ ഈ ഒരു നിയർ ഒരു 1 year ആയിട്ട് എല്ലാവരും ഭയങ്കര ഫീസ്, അതുകൊണ്ട് തന്നെ കുറേ പേര് മാതാപിതാക്കൾ അതിന് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വിടാണ്ടിരിക്കുന്ന പോലെ കാണുന്നുണ്ട്. അപ്പോഴാണ് മിസ്സിനെ പോലത്തെ ആൾക്കാരുടെ നമുക്കൊരു വാല്യൂ മനസ്സിലാവുന്നത്. ഏറ്റവും നല്ല പ്ലെയറിന് കോച്ചാകാൻ പറ്റും എന്നുള്ള തോന്നലൊക്കെ വെറുതെ. കോച്ചിങ് ചെയ്യാനൊരു വേറൊരു കഴിവ് തന്നെ വേണം. അതൊരു പാഷനറ്റ് ആയിരിക്കണം. അതായത് പഠിപ്പിക്കാനൊരു കഴിവുണ്ടെങ്കിൽ അവർ സക്സസ് ആവും. ഈ പഠിപ്പിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കുറച്ചും കൂടി വേറെ കുറേ കാര്യങ്ങളും കൂടി പഠിക്കണം. ഒരു കുട്ടിയുടെ സ്ട്രെങ്ത്ത് നോക്കണം, അവരുടെ ആരോഗ്യം, അവരുടെ ഇൻഡോറൻസ്, എന്ത് വർക്ക് കൊടുത്താലും അവർക്ക് എത്രത്തോളം റെസ്റ്റ് വേണം, അവർ എന്തൊക്കെ ഭക്ഷണം കഴിക്കണം, അവരെന്തൊരു റെസ്റ്റ് എടുക്കണം, എന്തൊരു ഉറങ്ങണം, ഇതൊക്കെ നമ്മൾ പഠിക്കാതെ വെറുതെ ക്യാമ്പ് കൊടുക്കാതെ ഇരിക്കണതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പൊ ഇനി ഈജിപ്തിലുണ്ട് സാറേ കളി 24-ന് 2024 മാർച്ചിൽ. പിന്നെ അതുകൂടാതെ ജപ്പാനിൽ പോകുന്നുണ്ട്. ഏതാ ബ്ലൈൻഡ്? ഈ ബ്ലൈൻഡ് ഫുട്ബോളിനൊക്കെ ഈ കൊടുക്കുന്ന ഒരു പ്രാധാന്യം പോരാ. കാരണം സീനിയെ പോലുള്ളവർ ഒരു വിമൺ കോച്ച് എന്ന നിലയ്ക്ക് വർക്ക് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്. ആ ഒരു ബ്ലൈൻഡ് ഫുട്ബോളിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് ഇവരൊക്കെ നല്ല ബുദ്ധിമുട്ടുന്നുണ്ട്, വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. ബ്ലൈൻഡിന് കുട്ടികളെ പഠിപ്പിക്കാൻ കുറച്ച് പ്രയാസമാണ് പഠിപ്പിച്ചെടുക്കാൻ. പിന്നെ ബോളിന് ശബ്ദമുണ്ട്, ഇതാണ് അവരുടെ ബോൾ. ഇത് പക്ഷേ ഇത് നല്ല ടൈറ്റ് എയറൊക്കെ ഉണ്ടാവും, ഇതിൽ ശബ്ദമുണ്ട്. ശബ്ദം കേട്ടാണ് അവർ കളിക്കുന്നത്. നമ്മളെക്കാളും ഭയങ്കര ഗ്രാസ്പിംഗ് പവർ അവർക്ക്, ഉൾക്കണ്ണ അവരുണ്ടെന്ന് പറഞ്ഞാൽ സത്യമാണ്. നമ്മൾ ഭയങ്കര കഴിവുള്ളവരാണ്. ഒരു അടിയിൽ നിന്ന് നമുക്ക് സൈറ്റഡ് ഗോൾ കീപ്പറിന് പിടിക്കാൻ പറ്റില്ല. ജപ്പാൻ്റെ ഒക്കെ കളി, ജപ്പാൻ, അർജൻറ്റീന, ജർമ്മനിയുടെ ഒക്കെ കളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗെയിമാണ് അവർ. ഇന്ത്യൻ ടീം മോശമല്ല കേട്ടോ. ഞങ്ങളിപ്പോൾ UK പോയ ഇന്ത്യൻ ടീം ബ്ലൈൻഡ് ടീമിൻ്റെ ഒപ്പം അസിസ്റ്റൻ്റ് കോച്ചായിട്ടാണ് UK പോയത്. പക്ഷേ ആദ്യത്തെ വേൾഡ് കപ്പ് വനിതാ കോച്ചാണ് ഞാൻ. വേൾഡ് കപ്പിൽ പങ്കെടുത്ത കോച്ചാണ്, ആദ്യത്തെ വനിതാ കോച്ചാണ്. അപ്പോൾ ആ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. അത് ബ്ലൈൻഡിൻ്റെ ഒരു ഇതാണ്. ഇപ്പം ഞങ്ങൾ ജപ്പാനിലൊരു മാച്ചിന് പോകുന്നുണ്ട്. അതിൻ്റെ കോച്ചാണ് ഞാൻ. കറക്റ്റ് അവർ ബോൾ അങ്ങോട്ട് പോയാൽ ബോൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ലെഫ്റ്റിലോട്ട് പുഷ് ചെയ്ത് അവരടിക്കും. ഈ ഡ്രാഗ് ചെയ്യണ ബോൾ കാലിൻ്റെ അകത്ത് തന്നെ ഇട്ടിട്ട് അവരടിക്കണ അടി കണ്ടാണല്ലോ. ഭയങ്കര കഴിവാണ്. നമ്മളിങ്ങനെ നമസ്കരിച്ചു പോരേക്ക, നമ്മൾ കാഴ്ച ഉണ്ടായിട്ട് കളിക്കുന്ന കളി പോലെ അല്ലല്ലോ. ഭയങ്കര കഴിവാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നു കളിയാണ്. മറ്റുള്ള കോച്ചുമാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഷീസ് എൻ്റയർലി ഡിഫറെൻറ്റ്. ഇപ്പോൾ സാധാരണ ഓക്കെ പാസ് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം, കളിക്കണം, പോകണം, ആ ഒരു ഇതുണ്ട്. അല്ലാതെയുള്ള രീതിയിലുള്ള കോച്ചിങ് ഉണ്ട്. അതായത് സ്കിൽസും കാര്യങ്ങളും പറഞ്ഞു തരില്ല, ഈച്ച് ആൻഡ് എവറിത്തിങ് പറഞ്ഞു തരില്ല. ഇപ്പോൾ വർക്കൗട്ട് ചെയ്യണോ, ഇന്ന ഈ സെഷൻ ചെയ്യും, അത് കഴിഞ്ഞു ചിലയിടത്ത്. പക്ഷേ ഇതെന്തിനാ ചെയ്യണത് നമുക്ക് പറഞ്ഞു തരണം, എവിടെയാണ് നമുക്കിത് എഫക്റ്റീവ് എന്ന് പറഞ്ഞു തരണം. അതാണ് റിയൽ കോച്ച് എന്ന് പറയുന്നത്. അറ്റാക്ക് ചെയ്യാൻ വരുന്നു, അപ്പോൾ അവരെങ്ങനെ നമ്മൾ ഡിഫെൻഡ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് അത് ആ വർക്കൗട്ട് നമ്മൾ ചെയ്യണത് ചിലപ്പോൾ പ്ലെയേഴ്സിന് അറിയാമായിരിക്കും. പക്ഷെ ആ കോച്ച് പറഞ്ഞു തരുന്ന രീതി ഉണ്ടല്ലോ, അത് മിസ് നല്ല രീതിക്ക് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെന്താ, ഇത്രയും നല്ലൊരു കോച്ചിനെ എനിക്ക് തോന്നുന്നില്ല ഇനി കിട്ടുന്നു. അത്രയും നല്ല കോച്ചാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട്. പിന്നെ മിസ്സിനെ പോലെയുള്ളവർ മുമ്പിലുള്ളതുകൊണ്ട്
നമുക്ക് അതിലേക്ക് കുറേ അവസരങ്ങളും നമുക്ക് ഇറങ്ങാനാണെങ്കിലും നമുക്ക് പ്രാക്ടീസിനാണെങ്കിലും കിട്ടുന്നുണ്ട്. മിസ് കുറേ കഷ്ടപ്പാട് കഴിഞ്ഞ് വന്നാണ്. പിന്നെ മിസ് അതുകൊണ്ട് തന്നെ എല്ലാവരും അറിയാം മിസ്സിന് നമുക്ക് എങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി തരേണ്ടതെന്നും അല്ലെങ്കിൽ പുതിയ കുട്ടികളെ എങ്ങനെ ഒന്ന് വളർത്തി മിസ്സിൻ്റെ ആ ഒരു ലെവലാക്കാമെന്ന് മിസ്സിനറിയാം. മിസ് കുറേയൊക്കെ എഫേർട്ട് ഇടുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റും. ബോൾഡാണ് മിസ്, അതായത് തളരില്ല. എത്രയൊക്കെ മിസ്സിനെ താഴ്ത്താനായിട്ട് നോക്കിയാൽ കേട്ട് കുറേ ഇതുണ്ട്. മിസ്സിനെ എത്രത്തോളം താഴ്ത്താൻ നോക്കിയാലും അല്ലെങ്കിൽ മിസ്സിനെ എത്രത്തോളം ഡിമോട്ടിവേറ്റ് ചെയ്ത് സംസാരിക്കാൻ മറ്റുള്ളവർ നോക്കിയാലും മിസ് താഴ്ന്നിട്ടില്ല ഇതുവരെയായിട്ടും. എന്നുവെച്ചാൽ എങ്ങനെയാണെങ്കിലും തലയുയർത്തിയിട്ട് മിസ് അതിന് ഓവർകം കണ്ടിട്ടുള്ളൂ. മിസ് നമ്മളോട് എല്ലാ കാര്യം തുറന്നു പറയും, ഓപ്പണായിട്ട് പറയും. അപ്പോൾ മിസ് എന്താ നമുക്ക് നല്ലോണം അറിയാം. അപ്പോൾ ഒരു തളർന്നു പോകുമെന്ന് പറയുമ്പോൾ ആലോചിക്കുമ്പോൾ മിസ്സിനെ ആലോചിച്ചാൽ പിന്നെ വേറൊന്നും ഇല്ല. നമുക്ക് ഇൻസ്പിറേഷൻ തന്നെയാണ്. പിന്നെ മിസ് ഇത്രയും വയസ്സായിട്ടും നമ്മളുടെ കൂടെ കളിക്കും, അത് വലിയൊരു ഇതാണ്. നമ്മളൊരു മാച്ചിന് പോയാൽ മിസ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ കളിയും മിസ്സില്ലാത്ത കളിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കളീൻ്റെ ഇടയ്ക്കും ഈ കോച്ച് ചെയ്ത് പറഞ്ഞു തരുന്നതിൽ ഭയങ്കര ഒരു വ്യത്യാസമുണ്ട്. ആ കളിയിൽ നല്ല ചേഞ്ച് ഉണ്ടാവും. ഫുട്ബോൾ ആകട്ടെ ലഹരി എന്ന് തീരുമാനിക്കാൻ ഒരു മനസ്സ് പിള്ളേർക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കണം. അത് നമ്മൾ പാരൻസായിട്ടും ഉണ്ടാക്കണം, കോച്ചേഴ്സുമായിട്ടും ഉണ്ടാക്കണം, ടീച്ചേഴ്സായിട്ടും പറയണം. നിങ്ങളൊരു സ്പോർട്സ് അല്ലെങ്കിൽ വര അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ആർട്സ് കലകളിലേക്ക് പോകാനായിട്ട് കൊച്ചുങ്ങളെ തിരിപ്പിക്കലും സ്കൂളിൽ തന്നെ തുടങ്ങും. അത് ചിലവർ നിങ്ങൾ കളിക്കാൻ പോയാൽ സ്കൂളിൽ കയറണ്ടെന്ന് പറയുന്ന ക്ലാസ്സുകളാണ് നമ്മുടെ ഇന്ത്യയിൽ. കുഞ്ഞിലെ നമ്മളെ പേടിപ്പിക്കരുത്. അവിടെ മുളയിലെ നുള്ളരുതെന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ ആരെ സന്തോഷത്തിൽ വിടണം, കളിക്കാൻ വിടണം, കളിച്ചൊരു റെഡിക്കണം. അപ്പം തന്നെ അവർക്ക് അതിലോട്ട് കളിക്കാൻ കിട്ടാത്ത കുറച്ച് പിള്ളേരെന്നൊക്കെ ഭയങ്കര ഡിപ്രഷനായിരിക്കും. അവർ ഒറ്റക്ക് വളരണ പിള്ളേരെ ആർക്കൊന്നും കൊടുക്കില്ല, വേറെ സ്വഭാവം അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഈ കളിക്കുന്ന പിള്ളേരോട് ആരും എന്ത് ചോദിച്ചാലും തരും. എനിക്ക് അങ്ങനത്തെ ഒരു മനസ്സ് ഷെയറിങ്. പണ്ട് തൊട്ട് ഞങ്ങളെ എവിടെ കളിപ്പിക്കാൻ പോകുമ്പോൾ മിസ്സാണ് കൊണ്ടുപോകണതൊക്കെ ഫുഡൊക്കെ മേടിച്ചത് മിസ്സാണ്. അങ്ങനെ പണ്ട് തൊട്ടുള്ള പരിചയം. കുറേ പിള്ളേരെടുത്ത് ചോദിച്ചാലും മിസ്സിനെ കുറിച്ച് അറിയാം. എറണാകുളം മൊത്തം മിസ്സിനറിയാം. അങ്ങനെ പരിചയമുണ്ട്. ഞാൻ ആദ്യമായിട്ട് ചേരുകയാണ് സെക്കൻഡ് ഇയറിന്. ബേസിക്സ് പോലും അറിയാത്ത ആളാണ്. അപ്പം അങ്ങനത്തെ ഒരാൾ അങ്ങനെ കോച്ച് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് പണിയാണ്. എപ്പോഴും ബാക്കിയുള്ളവരൊക്കെ അടിപൊളിയായിട്ട് കളിക്കുമെങ്കിൽ നമ്മൾ ബിഗിനേഴ്സ് അല്ലേ, അതിൻ്റെ ഇതൊന്നും ഇല്ലാതെ തന്നെ ടീച്ചർ നല്ലതായിരിക്കും എന്താ പറയുക പറഞ്ഞു തരുന്നുണ്ട്. മാത്രമല്ല ടീച്ചർ പറഞ്ഞിട്ട് തന്നെ നിങ്ങൾക്ക് പറ്റും. നമുക്ക് തീരെ കോൺഫിഡൻസ് ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ബാക്കിയുള്ളവർ കളിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ടീച്ചർ പറഞ്ഞു നിങ്ങൾ വിചാരിച്ചാൽ മതി, നമ്മളെ കൊണ്ട് പറ്റും. ആ ഒരു ഇതിലാണ് ഞങ്ങളൊക്കെ മുന്നോട്ട് പോയത്. അങ്ങനെ ജീവിച്ച് തീർക്കണ്ടേ? എത്ര ഇതിനേക്കാളും വലിയ കഷ്ടപ്പാട് വന്നിട്ട് നമ്മളൊക്കെ മരിക്കാതെ കാണില്ല. എന്റെ സ്റ്റുഡൻസ് ആണ് ടീച്ചർക്കാരെ വലിയ പിള്ളേരാണ് കാര്യമില്ല. ഇതൊക്കെ എൻ്റെ സ്റ്റുഡൻസ് ആണ്. ഇത് നോയൽ, ഇവരെല്ലാവരും യൂറോപ്പിൽ ലീഗ് കളിക്കാൻ പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്ന പ്ലേയേഴ്സാണ്. നന്നായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സാണ്. കറക്റ്റ് ഫിറ്റ്നസ് വർക്ക് നമ്മൾ ഇട്ട് കൊടുത്ത് അത് കറക്റ്റായിട്ട് ഫിനിഷ് ചെയ്യുന്ന പിള്ളേരാണ്. ഞാൻ എറണാകുളം ജില്ലയിലേക്ക് വന്നപ്പോൾ ഞാൻ ഒരു സ്ത്രീ ഫുട്ബോൾ കളിക്കുന്നൊന്ന് കേട്ടു. അപ്പോൾ കേട്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി. ആഗ്രഹമല്ല, ഒരു കൗതുകം തോന്നി. അത് കളി കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളൊരു ഭയങ്കര ഇതായിട്ട്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു എനിക്ക് കളി കാണും. അപ്പോൾ ചേച്ചി എന്നെ ഒരു ദിവസം ഗ്രൗണ്ടിൽ കൊണ്ടുപോയി കളി കാണിച്ചു. കളി കാണിച്ചപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. സ്ത്രീകൾ ഇങ്ങനെ കളിക്കുമോ? ഒരു പുരുഷൻ കളിക്കണ കളിയാണ്, അപ്പോൾ ഇങ്ങനെ കളിക്കും. പക്ഷെ എനിക്ക് സ്ത്രീ കളിക്കണതിൽ യാതൊരു ഒരു തോന്നിയില്ല. സ്ത്രീ കളിക്കണ കളിയേ ഇല്ല, പുരുഷന്മാർ കളിക്കണം ഇല്ല, ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി, ഇങ്ങനെയും കളിക്കുക സ്ത്രീകൾ. അപ്പോൾ കളി കൂടുതൽ കാണാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് പന്ത് തട്ടിയാൽ കൊള്ളാമെന്നുള്ളു. അപ്പോൾ ഒന്ന് തട്ടിയോ, അപ്പോൾ തട്ടാൻ പറ്റില്ല, ഫസ്റ്റ് ടൈം അല്ലേ, നമുക്ക് തട്ടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത്രയും കഷ്ടപ്പാടാണോ എന്ന് വെച്ചാലൊക്കെ നമുക്ക് കാല് വേദന എടുക്കാൻ തുടങ്ങി. ആൾക്കാരെ മുമ്പിൽ ഒന്ന് കെട്ടിപ്പിടിക്കണം എന്നുള്ളൊരു ഫീലായി. അപ്പോൾ അവർക്കൊന്ന് കെട്ടിപ്പിടിക്കണം, ഒരു ഉമ്മം കൊടുക്കണം, ഭയങ്കര ഒരു ഫീലായിപ്പോൾ. അപ്പോൾ ചേച്ചിനോട് ഞാൻ പറഞ്ഞു ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ, ഉമ്മ തന്നോട്ടെ, ആര് കണ്ടാലും എനിക്ക് കുഴപ്പം പോകുന്നു, എല്ലാവരും കാണുമെന്ന്. ഞാൻ കുഴപ്പമില്ല, എനിക്കത് ഞാൻ ഇത്ര വർഷത്തിൽ കാണാത്ത ഒരു കളി ഒരു സ്ത്രീ കളിക്കുമ്പോൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കൗതുകമാണെന്ന് പറഞ്ഞു. ഞാൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അല്ല കളിച്ചു തുടങ്ങിയ ആൾക്കാർ ഒരിക്കലും എൻ്റെ പിന്നാലെ ഉണ്ടായിട്ടില്ല. എല്ലാവരും ജോലി കിട്ടി കഴിഞ്ഞപ്പോൾ പലരും നിർത്തിയവരാണ്. എല്ലാവരും ഒരു മിക്കതെന്ന് പറഞ്ഞാൽ എല്ലാവരും, ആരും എൻ്റെ ഒപ്പം ഉണ്ടായിട്ടില്ല.
ജോലി മേടിക്കാതെ എൻ്റെ ഒപ്പം ഒരു ഫുട്ബോളിൽ അങ്ങനെ ഇല്ല. എല്ലാവരും വിവാഹമൊക്കെ കഴിച്ച് എല്ലാവരും വേറെ പലരും സെപ്പറേറ്റഡായി. ഞാൻ അന്നും ഇന്നും ഫുട്ബോളിൽ നിലനിൽക്കുന്ന ഒരാളാണ്. ഒന്നിനും വേണ്ടി ഞാൻ വേറെ പോയിട്ടില്ല. എനിക്ക് ഈ ഫുട്ബോൾ ജീവിതത്തിൽ എനിക്ക് തന്നേക്കണ സന്തോഷം നിലനിർത്തിക്കൊണ്ട് പോകണമെന്ന് തന്നെ ആഗ്രഹിച്ച് തന്നെ ഞാനിതിൽ അതിനൊരു പാഷനേറ്റും കൂടി ആയിരിക്കണം. ഞാൻ എന്ന് ഫുട്ബോളിലോട്ട് ഇറങ്ങിയ ഇന്നീ നിമിഷം വരെ ഞാൻ ഫുട്ബോളിലുണ്ട്. ഇനി നാളെയും എൻ്റെ ഈ കാലം ഞാൻ മരിക്കുന്നത് വരെ ഞാൻ ഫുട്ബോളിലുണ്ടാവും. കാരണം ഫുട്ബോൾ തരുന്ന സ്നേഹവും സുഖവും സന്തോഷവും എനിക്ക് മറ്റൊന്നും കിട്ടിയിട്ടില്ല. അതെൻ്റെ പാഷനാണ്, എൻ്റെ ചോറാണ്. ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫുട്ബോൾ തന്നതാണ്. ഞാനിന്നൊരു ജോലി നേടിയിട്ടുണ്ടെങ്കിൽ, ഒരു ബോൾഡായിട്ട് നിൽക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ, എന്ത് സങ്കടം കേട്ടാലും അല്ലെങ്കിൽ എന്ത് ഇത് കേട്ടാലും ഞാൻ മറിച്ച് ഒന്നും ചെയ്യാതെ നിലനിൽക്കാൻ കഴിഞ്ഞത് അത് ഫുട്ബോൾ തന്ന ധൈര്യമാണ്, ഫുട്ബോളിനോടുള്ള പാഷൻ, അതിനോട് കാണിച്ച ആത്മാർത്ഥത അതെനിക്ക് തിരിച്ചു തന്നിട്ടുണ്ട്. സ്ഥിരം സ്ത്രീകളുടെ അടുത്ത് ചോദിക്കുന്ന ചോദ്യമാണ്, എനിക്ക് ഇഷ്ടമില്ല ചോദിക്കാൻ, എന്നാലും ഞാൻ ചോദിക്കുക, എന്തുകൊണ്ടാണ് ഒരു വിവാഹത്തെ പറ്റിയൊന്നും ആലോചിക്കാതിരുന്നത്? അതിന് സമയം തരണ്ടേ? മറ്റേത് പറഞ്ഞാൽ 18ാമത്തെ അടവെടുക്കണമെങ്കിൽ താഴ്ത്തു നിർത്തണ്ടേ? ഈ ഫുട്ബോളിലെ കളിയിൽ നിന്ന് വിരമിച്ചിട്ട് കല്യാണം കഴിക്കാൻ നേരിച്ച ഞാൻ വിരമിച്ചിട്ടില്ലല്ലോ, വിരമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിന്ന് ഞാൻ മാറിയാലല്ലേ എനിക്ക് കെട്ടാൻ പറ്റുള്ളൂ. ഇതിന്ന് ഞാൻ എന്തായാലും മറമ്പോണല്ല, അങ്ങനെ കെട്ടണമെന്ന് തോന്നിയില്ല. പിന്നെ കല്യാണമൊക്കെ മാറ്റിയത് ഒരു പ്രേമൊന്നും തോന്നിയില്ല ആരോടും? അതാ പറഞ്ഞ പ്രേമിച്ചത് ഫുട്ബോളിനോടായതുകൊണ്ടാണെന്ന് തോന്നുന്നത്. ഭയങ്കര പ്രേമം 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മറ്റൊരു ലെറ്റർ കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. അത് വായിച്ചിട്ട് എന്താ മറുപടി കൊടുക്കണ്ടെന്ന് അറിയാൻ പാടില്ല. അത് ഇതിന് എന്ത് കൊടുത്താ പിടിക്കും? ചേട്ടന്മാരും ഉണ്ടല്ലോ, നല്ല കീറി കിട്ടും. പോണ വഴിക്ക് ലവ് ലെറ്റർ കൊടുക്കാന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. കൊടുത്തില്ല. കൊടുക്കാനുണ്ടുള്ള സമയമൊന്നും കിട്ടി. അതിക്കുമ്പോ ഇങ്ങനെ പിടിച്ചില്ലേ മൂത്ത ചേട്ടൻ, നല്ല കൊടഞ്ഞ് അതങ്ങനെ വേണ്ടെന്ന് വെച്ച് അന്ന് പോയതാണ് എന്റെ പ്രേമം. അതെ, അന്ന് കളഞ്ഞതാണ് ആ മനുഷ്യൻ എന്റെ പ്രേമം. അല്ല ഞാൻ പ്രേമിച്ച് എവിടെയെങ്കിലും എത്തിയത്. ഞാനത് തെളിയിച്ച പ്രേമം നല്ലതാണെന്ന് തെളിയിച്ചാണ്. അതിന് ഒരു അവസരം തന്നില്ല ചേട്ടൻ. തോന്നി എന്ത് നല്ലതല്ലിത് ഓർക്കാൻ വയ്യ എനിക്ക്. എന്നിട്ട് ആ മനുഷ്യൻ പോയി കല്യാണം കഴിച്ച് എന്റെ കാര്യം കട്ടപ്പാകി. പ്രേമിച്ചെന്നെ കിട്ടിയ സീനാണെങ്കിൽ നമ്മളെ ഭയങ്കരമായിട്ട് ചീത്ത പറയും. ആരെങ്കിലും കണ്ട ആമ്പിള്ളേരെല്ലാം നോക്കിയാലോ അവരെ കൂടി സംസാരിച്ചാലോ അവന്മാരെയും ചീത്ത പറയും ഞങ്ങളെയും ചീത്ത പറയും. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരെ പേടിച്ച് ഞങ്ങൾ ഫുട്ബോളിൽ വരുന്നത് സാറിൻ്റെ സീനനെ. അതുകൊണ്ട് പിന്നെ പിന്നീട് ഞങ്ങൾ എല്ലാവരും വിചാരിച്ച് ഫുട്ബോളിനെ സ്നേഹിക്കാന്ന്. സ്നേഹിച്ചതല്ലേ എവിടെ നിന്നാലും ഒന്ന് നമുക്ക് കിട്ടും. അതിലും നല്ലത് ഇതൊന്നും ഇല്ലാതെ നമുക്ക് ഇതിലേക്ക് കലർന്നോർത്ത്. അച്ഛൻ്റെ ഒക്കെ കണ്ട് വളർന്ന് പേടിച്ചു പോയി. ഭയങ്കര സാധനമായിരുന്നു അച്ഛൻ, ക്രൂരനായിരുന്നു. അമ്മേനോടൊക്കെ കാണിക്കണം കണ്ട ജീവിതത്തിൽ നമ്മൾ ഒരാണുങ്ങളെ സ്നേഹിക്കില്ല, അങ്ങനെ ആയിപ്പോയി. അതിൽ നിന്നൊക്കെ നമ്മൾ ഇത്ര മാറിയില്ലേ? ഭയങ്കര പേടിയായിരുന്നു. അച്ഛൻ അങ്ങനത്തെ ക്രൂരത കാണിക്കണത് കണ്ണുകൊണ്ട് കണ്ടിരുന്നു. അങ്ങനെ പേടി കിട്ടിപ്പോയി. ഇന്ന് മാറും നാളെ മാറും എന്നൊക്കെ ഓർത്ത്, പക്ഷെ മനസ്സിൽ വേണ്ടാന്ന് സ്വയം തോന്നിയത്. ആലോചനയൊക്കെ വന്നിട്ടുണ്ട്, ഓഫീസിൽ ജോലി ഇട്ട് കഴിഞ്ഞിട്ടും വന്നിട്ടുണ്ട്. വേണ്ടാന്ന് അവരോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെ തോന്നുന്നു. ഭക്ഷണം പോലും വേണ്ട, ഫുട്ബോള് കയ്യിലോട്ട് കൊടുത്താൽ മതി. അതുമായിട്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും വിശപ്പൊന്നും അറിയാറില്ല. രാവിലെ പോയാൽ ചിലപ്പോൾ വൈകുന്നേരം 4 മണിക്കൊക്കെ വന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. ഗ്രൗണ്ടിൽ തന്നെ ആയിരിക്കുള്ളൂ. പക്ഷെ അത് എനിക്ക് അങ്ങനെ കണ്ടവരാരും ഇല്ല. ഫുട്ബോൾ പ്ലേയേഴ്സ് ആരും ഇല്ല, ഒന്നും നേടാതെ ഇങ്ങനെ. പക്ഷെ ഇവിടെ വരെ എത്തിച്ചേർന്നതും ആ ഒരു ഡെഡിക്കേഷൻ ആയിരിക്കുള്ളൂ. ഇപ്പൊ കുറെ ആൾക്കാരെല്ലാം റിട്ടയർഡൊക്കെ ആയി, കളിയൊക്കെ നിർത്തി, ജീവിതമൊക്കെ ഒരുമാതിരി സ്വസ്ഥമായി കഴിഞ്ഞപ്പോൾ ഫുട്ബോളിലോട്ട് കുറെ ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ തുടങ്ങിയ കാലം തുടങ്ങി തീരണ കാലം വരെ ഞാനുണ്ടാവും. അതെൻ്റെ ഒരു വാശിയാണ്. പകുതി വെച്ച് ഞാൻ അതിൽ മാറി നിൽക്കാൻ ഞാൻ തയ്യാറല്ല. എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഞാൻ ഒരു സ്ഥലത്ത് പോയി ഒരു ബോളായിട്ട് പോയി ഒരാളെങ്കിലും ഞാൻ പഠിപ്പിക്കും. അതെൻ്റെ ആഗ്രഹമാണ്. കാരണം എനിക്ക് ഫുട്ബോൾ എനിക്ക് അത്ര ജീവനാണ്. ഫുട്ബോളാണ് എനിക്ക് തന്നത്. എനിക്ക് ഇപ്പോഴും കൊതി തീർന്നിട്ടില്ല കളിച്ച്. സത്യം പറയാമല്ലോ, എന്നെ ഇപ്പം കളിക്കാൻ ഇറക്കിയാലും ഞാൻ ഇവരെ കൂടി കളിക്കും. നല്ല സ്പീഡിൽ തന്നെ കളിക്കും, നല്ല ആത്മാർത്ഥമായിട്ട് കളിക്കും. അത്ര ഇഷ്ടമാണ് ഇത്. ഇതാണ് എന്നെ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തത്. ഇതിനെ ഞാൻ സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ വെറുതെ ബിഗ് സീറോയിൽ പോയാൽ.
0 to 0 ആവാതെ 0 to ഹീറോ ആകാൻ പഠിപ്പിച്ചത് ഇതാണ്. ഇതിനോടുള്ള ആത്മാർത്ഥത എനിക്ക് എന്ത് കിട്ടിയാലും ഉണ്ടോ. അച്ഛനും ഉണ്ടായ കാലം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഓർമ്മകളാണ്. അത് ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് 1 വയസ്സുള്ളപ്പോൾ തന്നെ അച്ഛൻ ഞങ്ങളെ ഉപേക്ഷിച്ച് പോയായിരുന്നു. പിന്നെ അച്ഛൻ വർഷത്തിൽ വരുമായിരുന്നു വീട്ടിൽ. പക്ഷേ ഞാൻ പിന്നെ അച്ഛനെ ഓർമ്മകളിൽ കാണാതെ ഒരു പേടി സ്വപ്നം പോലെയാണ്. അച്ഛൻ വന്നു കഴിഞ്ഞാൽ ചേട്ടന്മാരൊക്കെ പല സ്ഥലത്തോട്ട് ഓടിക്കളയും. ഭയങ്കര പേടിയാ. എത്ര മക്കളാ? ഞങ്ങൾ 5 മക്കളാണ്. 3 ആണ് 2 പെണ്ണ്. അവരുടെയൊക്കെ പേരെന്തൊക്കെയാ? മൂത്തത് ചന്ദ്രൻ, അതിൻ്റെ ഇളയത് സിദ്ധാർത്ഥൻ, അതിൻ്റെ ഇളയത് വേണു, അതിൻ്റെ ഇളയത് ബീന, ഏറ്റവും ഇളയത് ഞാൻ സീന. അമ്മയുടെ പേര് കാർത്തിയാനി, അച്ഛൻ്റെ പേര് വേലായുധൻ. അതാണ് ചേവേലിപ്പറമ്പ് വേലായുധൻ. അത് CV വന്നതാ, സീന CV. എനിവേ ഞാൻ കുഞ്ഞിൽ എന്താ പറയുക, അമ്മയുടെ കഷ്ടപ്പാട് മാത്രമേ ഞാൻ കുഞ്ഞിലേക്ക് കണ്ടിട്ടുള്ളൂ. നല്ല നാളുകളെന്ന് പറഞ്ഞ വീടിൻ്റെ വലിയൊരു തറവാട് പോലത്തെ ഒരു വീടായിരുന്നു. സ്വന്തം വീടായിരുന്നോ? അതൊന്നും ഓർമ്മ. ജെറ്റി വന്നിട്ട് ഞങ്ങളെ ഇറക്കി വിട്ടതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് ഞങ്ങളെ ഇറക്കി വിട്ടപ്പോൾ കയ്യിൽ ഉള്ളതൊക്കെ എടുത്തു എന്നൊക്കെ പറഞ്ഞതൊക്കെ ഓർക്കുന്നുണ്ട്. അപ്പം ഉള്ളതെടുത്തു എന്നപ്പോൾ ഞാനാകെ എടുത്തത് ഒരു വിളക്കാണ്. കാരണം വെട്ടമാണ് എപ്പോഴും കണ്ടേക്കണത്. വെട്ടത്തിരുന്നുള്ള വിളക്കിൽ മണ്ണെണ്ണ കുഴിച്ച് കത്തിക്കണ വിളക്ക്, അത് ഞാനത് ഒരെണ്ണെടുത്ത്. കുഞ്ഞാണ്, 3 വയസ്സ് 4 വയസ്സൊക്കെ ഉള്ളതെന്ന് തോന്നണം. കോടതിയിൽ നിന്ന് ഇതേ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങി. അപ്പം ഞാൻ സീനയും അങ്ങനെ 3 പേരും കൂടി കിഴക്കോട്ട് പോയി. ഒരു വീട്ടിൽ പോയി സ്ഥലം തന്ന് കിടക്കാൻ അവിടെ പോയി കിടന്നു. ചേട്ടനും സീനയൊക്കെ തമ്മിൽ നല്ല വ്യത്യാസമുണ്ടോ? ഒത്തിരി വ്യത്യാസമുണ്ട്. ഞാൻ ഭയങ്കര ചെറുതാണ് അവർക്കാലം. ബീന അല്ലേ? ബീനയും സീനയും തമ്മിൽ ഞാൻ 8 വയസ്സിന്. ഓ ശരി. അപ്പോൾ അമ്മേൻ്റെ അടുത്താണ് സീന ഉണ്ടാവുക. പിന്നെ ചേട്ടൻ ഇളയത് വേണു എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. അത് എപ്പോഴും എടുത്തിട്ടുണ്ടോ. ഞാൻ എപ്പോഴും പറയും നിന്റെ തഴമ്പൊക്കെ ഉണ്ട് എൻ്റെ. ഭയങ്കര ഇഷ്ടം എനിക്ക്. പുള്ളിക്ക് തന്നെ ഭയങ്കര ഇഷ്ടം. കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനും എടുത്തൊക്കെ തിരുന്ന് വളർത്തിയ കൊച്ചല്ലേ സീനാമ. ആയോരു പാലത്തിൻ്റെ തൂണിൽ നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട്, പൊന്നോ എന്നൊരു വിളിയും കേട്ട്, എന്താണപ്പാ ഒരു വിളിയും കേട്ടേ, എൻ്റെ അമ്മ വിളിക്കുന്നൊരൊച്ച പോലെ, എൻ്റെ അമ്മ മണ്ണോട് മണ്ണായെന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ളൂ. അമ്മ സുഖമില്ലാതെ ചേർത്തല ഹോസ്പിറ്റലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയുടെ അസുഖം മാറ്റി കൊണ്ടുവരണേണ്, നീ വീട്ടിലോട്ട് പോയിക്കോന്ന് പറഞ്ഞു. അപ്പം ഞാനും ചേച്ചിയൊക്കെ കൂടി ഇങ്ങോട്ട് വീട്ടിലോട്ട് വന്നിച്ച ചളിത്തോട്ടത്തോട്ട് പോയിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ കുറേ നേരം ഞാൻ ഈ ആമ്പിള്ളേരെ കൂടി ഭയങ്കര കളിയാണ്. പന്ത് കളി, പമ്പരം കുത്തിക്കൽ, കച്ച് കളിയൊക്കെ ആയിട്ട് പമ്പരം കുത്തിച്ചോണ്ടിരിക്കണായിരുന്നു. പമ്പരം കുത്തിക്കാൻ പറഞ്ഞൊരു കളിയുണ്ട്. പണ്ട് അങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു ആംബുലൻസ് വന്നു. അപ്പം അമ്മയുടെ അസുഖം മാറ്റി കൊണ്ടുവരണമെന്നാണ് വിചാരിച്ചത്. ഓടിച്ചെന്നു അമ്മേനെ കാണാനായിട്ട്. അപ്പം അമ്മേനെ ഇറക്കണതിങ്ങനെ വേറെ വെള്ളം പുതച്ചിട്ടൊക്കെയാണ്. അപ്പോഴും എനിക്ക് മനസ്സിലായില്ല അങ്ങനെയൊന്നും മനസ്സിലാകാനുള്ള ഇതൊന്നും ആയിട്ടുണ്ടായില്ല. പക്ഷെ വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ മനസ്സിലായി അമ്മനെ മരിച്ചാണ് കൊണ്ടുവന്നതെന്ന്. നമുക്ക് ഭൂമിയിൽ ആരുമില്ലെന്ന് തോന്നിപ്പോയ നിമിഷങ്ങൾ. കാരണം അച്ഛനും ചെറുതിലിട്ടിട്ട് പോയി. ആകെ ഉണ്ടായത് അമ്മയും പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അച്ഛനും അമ്മയൊന്നും ഇല്ലാതെ ഈ ഭൂമിയിൽ ഒരു മക്കളും ജീവിക്കരുത്. ഭയങ്കര പ്രയാസം അങ്ങനെയൊക്കെ ജീവിച്ചു തീർക്കും. ഞാനൊക്കെ എങ്ങനെയോ ആന ചവിട്ടിയാകാത്തവരില്ലേ എന്ന് ചോദിച്ച പോലെ രക്ഷപ്പെട്ടു പോകുന്നതാ. അതിലൊക്കെ ഞാനും ഒക്കെ നശിച്ചു പോയാൽ. ഈ ഫുട്ബോളില്ലായിരുന്നെങ്കിൽ ഞാനൊന്നും ആവില്ലായിരുന്നു.
നമുക്ക് സഹിക്കാനൊക്കെ കഴിഞ്ഞത് എങ്ങനെയാണെന്ന് ഓർക്കുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നും. ഈ അനുഭവിച്ചത് ഞാനാണെന്ന് ഓർത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെ അത്ഭുതം പേടി തോന്നും. ഇനിയൊന്ന് ഈ അനുഭവിച്ചിടത്തോട്ട് തിരിഞ്ഞു നടക്കാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. ഇത്രയും ധൈര്യം എനിക്കിനിയില്ല. ജീവിച്ചത്രയും ജീവിതം ഇല്ലെങ്കിൽ പോലും തിരിഞ്ഞൊന്നും നടക്കാൻ പറഞ്ഞാൽ ഞാൻ നടക്കില്ല. ഭയങ്കര പേടിയാണ് എനിക്ക്. കുറേ ദിവസങ്ങളായിട്ട് സീന ഗ്രൗണ്ടിൽ പ്രാക്ടീസിന് വരുന്നില്ല. നമ്മളപ്പോൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന സീനായിട്ടാണ്. അപ്പം ഞാൻ എന്താ സീന വന്നില്ലല്ലോ എന്നും പറഞ്ഞ് ഞാൻ ഒരു ദിവസം ഇങ്ങനെ അന്വേഷിച്ച് തന്നതാണ്. അന്വേഷിച്ച് തന്നപ്പോൾ എത്തിപ്പെടാനൊക്കെ നമുക്ക് സൗകര്യങ്ങൾ വേറെ ഒന്നുമില്ല. ബസ്സിന് പോയിട്ട് കുറച്ച് നടക്കണം, ഒരുപാട് ദൂരം. പൈപ്പ് ലൈൻ അവിടെയാണ്, കാരണക്കോട് എന്ന് പറയും. അവിടെ ചെന്ന് ആളെ നോക്കിയപ്പോൾ നമുക്ക് ഈ ചില പിക്ചറൊക്കെ വരക്കണ പോലെ അത്രയുള്ള ഒരു ചെറിയ ഒരു ഹട്ട്, അതാണ്. അവിടെ ചെന്ന് വാതിൽ ഞാൻ സീന എന്നും പറഞ്ഞു. അപ്പോൾ പക്ഷെ നമുക്ക് അങ്ങോട്ട് അകത്തേക്ക് എത്താൻ പറ്റാനില്ല, കാരണം മഴ പെയ്യണ ആ ഒരു സീസണാണ്. അപ്പോൾ തട്ടാണ് അടിച്ചേക്കണത്. സീന വാതിൽ തുറന്നിട്ട് പക്ഷെ പുറത്തേക്ക് വരാൻ പറ്റാനില്ല ആൾക്ക്. മരത്തിൻ്റെ ഒരു തട്ടാണ് അടിച്ചേക്കണത്. ഇതുപോലെ വാതിൽ പോലെ നമുക്ക് അതിൽ ആകെ ഒരു മുറി, പിന്നെ ഒരു ചെറിയൊരു അടുക്കള. ഇതാണ് ആ വീടിൻ്റെ അപ്പോൾ സാഹചര്യം. അപ്പം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ താഴെ മുഴുവൻ കംപ്ലീറ്റ് വെള്ളമാണ്. ഈ തട്ടിൻ്റെ മുകളിൽ ഒരു സ്റ്റൗ ഉണ്ട്, ഒരു ഇരുമ്പിൻ്റെ ഒരു പെട്ടിയുമുണ്ട്. ഇതാണ് ഞാൻ കണ്ടേക്കണത്. അപ്പോൾ ഈ അടിയിൽ കാരണം സീനക്ക് ഒന്നും ബാത്റൂമിൽ പോകാൻ പറ്റില്ല. കാരണം ബാത്റൂം എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ഒരു ഷെഡ് പോലെ വെച്ച് കെട്ടിയേക്കണതാണ്. പുറത്തേക്ക് ബാത്റൂമിൽ പോകാൻ പറ്റില്ല, ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ല. അങ്ങനത്തെ സാഹചര്യങ്ങൾ ഞാൻ കാണുന്നത്. പിന്നെ ഗ്രൗണ്ടിൽ പ്രാക്ടീസിന് വരാത്തതുകൊണ്ട് ഞാൻ അന്വേഷിച്ച് തന്നത്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇവിടെ നിൽക്കേണ്ട കാര്യങ്ങളില്ല, ഒറ്റക്ക് ആരുമില്ല ആ വീട്ടിൽ. സീന ഒറ്റക്കാണ്. സീന ഞാൻ പറഞ്ഞ് പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, വാ നമുക്ക് പോവാന്ന് പറഞ്ഞു. ഒന്നും എടുക്കാനൊന്നുമില്ല അവിടെ നിന്ന്, കാരണം എല്ലാം നനഞ്ഞ് ഒന്നുമില്ല, ചെറിയൊരു പെട്ടിയിൽ മാത്രം സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു എല്ലാം എടുത്ത് നമുക്ക് ഇന്ന് തന്നെ പോവാന്നും പറഞ്ഞ് ഞാൻ സീനെ വിളിച്ച് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് ഞങ്ങളുടെ വീട്ടിലൊരു അംഗമായിരുന്നു. CB നാരായണൻ, അജിത, അങ്ങനെ അവരുടെ വീട്ടിലായിരുന്നു ഞാൻ. അവരുടെ വീട്ടിൽ എപ്പോഴും ഭക്ഷണമുണ്ട്, എപ്പോഴും ഭക്ഷണമുണ്ട്, തിന്നാനും ഉണ്ട്, ഇല്ലാണ്ട്. അപ്പം നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോരാനുള്ള സാഹചര്യങ്ങളൊക്കെ അപ്പം ഉണ്ട്. ഇന്ന് വരെ ജോലി കിട്ടാൻ വേണ്ടി കളിച്ചിട്ടില്ല. അതൊക്കെ ഒരു പാഷൻ. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണ് വരിക. മിക്കവാറും നമ്മുടെ കളിക്കാരൊക്കെ തന്നെ വീട്ടിൽ അച്ഛൻ മരിച്ചിട്ട് അമ്മ മരിച്ചിട്ട് പോലും കളിക്കാർ പല സ്ഥലത്തുമായിരിക്കും. പുറത്ത് ഞങ്ങൾ സ്റ്റേറ്റിനൊക്കെ പോകുമ്പോൾ വേറെ സ്റ്റേറ്റിലേക്ക് ആയിരിക്കുള്ളൂ. അവർ തിരിച്ച് വന്നിട്ട് ചിലപ്പോൾ മരണമൊക്കെ കഴിഞ്ഞിട്ടേ പെട്ടെന്ന് തിരിച്ചു പോരാൻ പറ്റുമല്ലോ. ചിലപ്പോൾ അറിയിക്കണ്ടെന്ന് പറയുന്നവരുണ്ട്, ഫാമിലിയിലുള്ളവർ തന്നെ പറയും അവർ കളിച്ചോട്ടെ ഇപ്പം അറിയിക്കണ്ട. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് നമ്മളെ അതിനെ സ്നേഹിക്കണോണ്ടാണ്. അമ്മേനെയാണ് ഏറ്റവും ഇഷ്ടം എന്ന് എപ്പോഴും പറയും. എപ്പോഴും എനിക്ക് ഭൂമിയിൽ സ്ത്രീയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അവരൊരുപാട് എന്താ പറയുക, ഒന്ന് ചേർത്ത് നിർത്തിയാൽ, അല്ലെങ്കിൽ നല്ല കറിയാണ് എന്ന് പറഞ്ഞാൽ തീരാന്നുള്ളവരുടെ വഴക്കുകൾ, അത്രയുള്ള വഴക്കുകളൊക്കെ അവർക്ക് ഇടാൻ അറിയാൻ പാടുള്ളൂ. പക്ഷെ അവരെ മനസ്സിലാക്കാറില്ല പറഞ്ഞു എന്ന് വിചാരിച്ച് എല്ലാവരും അങ്ങനെയൊന്നല്ല കേട്ടോ. എന്നെ തൊട്ടറിയാവുന്ന എൻ്റെ കഴുത്തിന് ചുറ്റുമുള്ളവരൊക്കെ കടവണമെന്ന് പറഞ്ഞ പോലെ നമുക്കറിയാവുന്നവരെല്ലാവരും അങ്ങനത്തെ കുറച്ച് ആൾക്കാർ. ചേർത്ത് നിർത്തിയ തീരാവുന്ന വിഷമവും വഴക്കുകളൊക്കെ അവർക്കുള്ളൂ, പരാതികളും. അതിലേറെ എനിക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടം എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ സന്തോഷിച്ച് ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും മറ്റുള്ളവർ വീട്ടിൽ പണിയെടുത്ത് കഷ്ടപ്പെട്ട് മക്കളെ വളർത്താനായിട്ട് ഒരു ഉണക്ക വയറൊക്കെ ആയിട്ട് കുറേ മുടക്കുകളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴും ഞാൻ അമ്മയുടെ അടുത്ത് കിടക്കുമ്പോൾ പറയും, ഞാൻ വലുതാകുമ്പോൾ അമ്മേനെ പൊന്നു പോലെ നോക്കാട്ടെ. പക്ഷെ നമ്മൾ വലുതായി ഒരു നല്ല നിലയിലെത്തിയപ്പോൾ അമ്മനെ നോക്കാൻ അമ്മ ഭൂമിയിലില്ല എന്ന് ഓർക്കുമ്പോൾ അതൊരു വിഷമം തന്നെ. ഇത് വിഷമം എന്നല്ല അതിനെ പറയണത്, അത് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു വേദനയാണ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് അതൊക്കെ മറക്കാനായിരിക്കും ഞാൻ ഈ ഫുട്ബോളിൽ എപ്പോഴും 24 മണിക്കൂറും ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഇത്രയും കാലം ഒരുമിച്ച്
സീനക്ക് അച്ഛനായി, അമ്മയായി, സഹോദരങ്ങളൊക്കെ ഞങ്ങളായിരുന്നു. ഇന്ന് വരെ ഇങ്ങനെ മാറിയ ഒരാളും കണ്ടിട്ടില്ല. ഞങ്ങളിൽ ഒരാളായിട്ട് തന്നെ ജീവിച്ച് ഇപ്പോഴും ആ സ്നേഹവും അതൊക്കെ ഇന്നും ഞങ്ങൾ അത് ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ട്. ഇവിടെ വരെ ഞാൻ നിൽക്കണമെന്നും സീന കാരണമാണ്. സീന ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവന്നെങ്കിൽ പക്ഷേ എൻ്റെ ഫുട്ബോളിലേക്ക് കൊണ്ടുവന്ന സീനയാണ്. ഇവിടെ വരെയൊക്കെ എത്തിയതും സീന കാരണമാണ്. നമ്മൾ ഒറ്റപ്പെട്ടതുപോലെ ഒറ്റക്കാണെന്ന് തോന്നണത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ്. ഇരിക്കുന്നില്ല. രാവിലെ 6 മണിക്ക് പോകും, പിന്നെ അവിടുന്ന് 9 മണിക്ക് വേറെ സ്ഥലത്ത്, പിന്നെ ഓഫീസിലേക്ക് പോകും, അത് 4 മണിക്ക് 6 മണിക്ക് തിരിച്ച് വരണത്, അതിനിടയ്ക്ക് വേറെ, അങ്ങനെ ക്യാമ്പുകളും ഓഫീസ് അങ്ങനെ എല്ലാമായിട്ട് ഗ്രൗണ്ട് ഫുൾ ടൈം. ഏത് കുറച്ച് സമയമാണ്, പക്ഷെ കറക്റ്റ് ടൈമിൽ കിടക്കും. 8:30-ക്കുള്ളിൽ ഭക്ഷണവും കഴിച്ച് കിടക്കും. പിന്നെ രാവിലെ എഴുന്നേൽക്കും. അത് അങ്ങനത്തെ ഒരു നല്ല ശീലങ്ങളും ഉണ്ട്. എല്ലാം നല്ല ശീലങ്ങൾ തന്നെയാണ്. എല്ലാവരും ആരെന്ത് ചോദിച്ചാലും കൊടുക്കും. ഇല്ലാന്നില്ല. സീന നിഘണ്ടുവിലില്ല അങ്ങനെ. ഞാനിവിടെ വന്ന സമയത്ത് കോവിഡ് എന്തോ സമയമായിരുന്നു. അപ്പോൾ ഫുട്ബോളിൽ ഇതൊക്കെ നിർത്തിയിരിക്കുമായിരുന്നല്ലോ. അപ്പോൾ കുറേ പിള്ളേരെ ഇവിടെ ക്യാമ്പിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ തന്നെ കൊണ്ടുവന്ന് നോക്കി, ലോൺ എടുത്തിട്ട് 2 ലക്ഷം രൂപ ആള് ലോൺ എടുത്തിട്ട് പിള്ളേരെ നോക്കിയിട്ടുണ്ട്. അങ്ങനെ കുറേ പിള്ളേരങ്ങനെ വീട്ടിൽ. അതിന് ഞാനും കൂടി സപ്പോർട്ടിങ് ആയിരുന്നു. ഞാനായിരുന്നു ഫുഡ് അവർക്കൊക്കെ വെച്ച് കൊടുത്തോണ്ടായത്. ആരെന്ത് ചോദിച്ചാലും കൊടുക്കും. ബൂട്ട് വേണോ, ഒരാൾ ചോദിക്കുന്ന ടീച്ചറെ നല്ല ബൂട്ടാണല്ലോ, അപ്പം തന്നെ ഊരി കൊടുക്കും. ജേഴ്സി, ഇവിടെ ഞങ്ങൾ കളിച്ചത് ജേഴ്സിയൊക്കെ വെച്ച് നോക്കണമെങ്കിൽ കൂടെ 2-3 അലമാര ഫുള്ളാവേണ്ടതാണ്. അത്രയും വർഷത്തെ കളിച്ചതും ഡിസ്ട്രിക്ട് ടീമിൽ, സ്റ്റേറ്റ്, പിന്നെ അതുപോലെ ഫെഡറേഷൻ കപ്പ്, നാഷണൽ ഗെയിംസ് അങ്ങനെ വരികയാണെങ്കിൽ തന്നെ 2 സെറ്റ് ജേഴ്സി വരും. ഒരു വർഷത്തിൽ ഒരു 6 പോരാ. അപ്പം അത്രയും വർഷം കളിച്ച ജേഴ്സി അല്ല, ഒന്നുമില്ല. കേരളന്ന് കളിച്ച ഒരു ജേഴ്സി ഇവിടെ കാണില്ല. എല്ലാവർക്കും കൊടുക്കും. സീനാന്ന് തന്നെയാണ് എനിക്കിപ്പോൾ ഒരു വീടൊക്കെ മേടിച്ചു തന്നത്. ഞങ്ങൾക്ക് കിടപ്പാടം ഉണ്ടാക്കി തന്നൊക്കെ ഇപ്പോൾ സീനാമ്മ വീടൊക്കെ മേടിച്ചു തന്നത്. അവർ നന്നായി, ദൈവത്തിനത് കൊണ്ട് നന്നായി. കുറച്ചുകൂടെ കയറി. അത്ര സന്തോഷവും ഗ്രൗണ്ട് വിട്ട് നമ്മൾ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷമൊക്കെ തീർന്നു. ഗ്രൗണ്ടിൽ നമ്മളൊരു കുടുംബം പോലെ, അതിലൊരു ജാതിയില്ല, മതമില്ല, കളറില്ല, ഒന്നുമില്ല. ആരും പാസ് തരും. എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ഒരു ചെറിയ പാസ് തന്നവരെ പോലും ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ്. കാരണം അവർ പാസ് തന്നിട്ടായിരിക്കും എനിക്ക് എന്തെങ്കിലും പ്രകടനം കാണിച്ചു വെക്കാൻ പറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് ആ തന്നവരെ പോലും ഞാൻ ചെന്ന് സപ്പോർട്ട് ചെയ്യാറുണ്ട്. എനിക്കൊരു പാസ് തന്ന ആളാണ് ഞാൻ ഗോളടിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്തിട്ട് ഞാൻ ഓടിച്ചല്ലോ ആദ്യം. കാരണം അവർ ആ പാസ് തന്നിട്ടാണ് ഞാൻ ആ ഗോളടിച്ചത്. ഒരുപാട് ആളുകൾ അറിയാതെ പോയ ഒരു വലിയ വ്യക്തിയും കൂടിയാണ് സീന. ഒത്തിരി പ്രതിബന്ധങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും തനിച്ച് കയറി വന്ന ഒരാളാണ്. വിശന്നപ്പോൾ ഫുട്ബോൾ കളിച്ചു തുടങ്ങിയതാണെന്ന് അവൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ഒരു മേഖലയിൽ അത്രയും പ്രാഗത്ഭ്യം തെളിയിച്ച ഒരാൾ എല്ലാവരോടും ഞാനൊരു വലിയ ആളാണ്, ഞാനൊരു ഇൻ്റർനാഷണൽ പേഴ്സണാലിറ്റി ആണെന്നൊന്നും കാണിക്കാതെ പെരുമാറുന്ന ഞങ്ങളുടെയൊക്കെ സ്വന്തം സീനയാണ്. സീന എന്ന് വിളിക്കുന്നെങ്കിലും ഞങ്ങളെല്ലാവരും മോളെ എന്നാണ് അവളെ മനസ്സുകൊണ്ട് വിളിക്കാറ്. ജീവൻ കൊടുത്തും രക്തം കൊടുത്തും എല്ലാ സഹായം ചെയ്യും. സീനയ്ക്ക് എന്ത് നഷ്ടം ഉണ്ടാവുന്നു, സീനയ്ക്ക് എന്ത് നേട്ടം ഉണ്ടാവുന്നു എന്ന് നോക്കിയിട്ടല്ല. വിളിച്ചിട്ട് കയറണേ. ഞാനിപ്പോൾ ഉച്ചക്ക് ഞങ്ങൾ ഇത് കൊടുത്തെങ്കിൽ വൈകുന്നേരം കളിയുള്ളൂ. ഒന്നും ചോദിക്കണ്ട, അവരെ കണ്ടറിഞ്ഞ് ചെയ്യൂല ഒരു കാര്യങ്ങൾ. നമ്മൾ ഓർക്കും അവർക്ക് അതാണല്ലോ വേണ്ടിയിരുന്നത്. അപ്പം എനിക്ക് തന്നെയാണെങ്കിൽ ഞാനൊന്നും ചിലപ്പോൾ എൻ്റെ സംസാരത്തിൽ തിരിച്ചറിയും, നിനക്ക് എന്താ വിഷമം, എന്താ. ഞാൻ പറഞ്ഞ ഒന്നുമില്ല, ചോറ് വെച്ചില്ലേ, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളുടെ മനസ്സിലുള്ളത് കറക്റ്റായിട്ടത് ചോദിക്കണ മാത്രമല്ല, അത് അവിടെ എത്തിയിരിക്കും, സാധനം എത്തിയിരിക്കും. അതുപോലെയാണ് വീട്ടുകാരോടും അങ്ങനെ തന്നെ. എന്തൊക്കെ ആണെങ്കിലും ഒരുപാട് സ്നേഹമാണ്. കാരണം നമുക്കൊരു ഇല്ലാത്ത
ഇല്ലാത്തവർ ഇല്ല എന്നുള്ളൊരു സത്യം സീനൊക്കെ അറിയാമല്ലോ. ഇവരാരും അച്ഛനില്ല, അമ്മയില്ല, സഹോദരങ്ങളൊക്കെ എല്ലാവരും. അപ്പം നമ്മുടെ ഒരു വീട്ടിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനാണെങ്കിൽ നമ്മൾ ഒരു അച്ഛനും അമ്മയൊക്കെ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടല്ലോ, അത് ഭയങ്കര വലിയ വിവരിക്കാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ, ഒരു പനി വന്നാൽ നമ്മളൊരു അമ്മ വന്ന് നമുക്കൊന്ന് തൊട്ട് നോക്കിയാൽ മതി, മോളെ പനിയും കുറഞ്ഞ. അല്ല അച്ഛൻ വന്ന് മോളെ എടി മരുന്നിന് കൊണ്ടുപോകണോ, അല്ല സഹോദരങ്ങൾ കുറഞ്ഞോ, ഇന്ന് എന്തെങ്കിലും തരട്ടെ, ഇതൊക്കെ ചോദിക്കാൻ ആരുമില്ല സീനക്ക്. കളിച്ച് തളർന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വരുമ്പോൾ അവരുടെയൊക്കെ ഒരു സാന്നിധ്യം ഉണ്ടല്ലോ, അതില്ലാന്ന് വരുമ്പോഴുള്ളൊരു മനസ്സിൻ്റെ ഒരു വിങ്ങലുണ്ടല്ലോ, അതൊക്കെ പക്ഷെ മറക്കാനായിരിക്കും ഇങ്ങനെ നടക്കുന്നത്. ഈ ചിരിയുടെ പിന്നിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്. ഈ ചിരിക്കണതൊക്കെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങൾ ഒതുക്കിക്കൊണ്ടാണ് ചിരിക്കണത്. ചിലപ്പോൾ ഒറ്റക്കാവുമ്പോഴേക്കും അത് ഉണ്ടാവാം, നമ്മൾ കാണാത്തതായിരിക്കും, കാണാതെ കരയുണ്ടാവാം. ആ സങ്കടവും വിഷമങ്ങളും ഇപ്പോഴും ഉണ്ട്. അവർക്ക് ചിലപ്പോൾ ഒരു ജോലി ഉണ്ട്, കളി കാലിലുണ്ട്, എന്നിട്ടും അവർ ഇപ്പോഴും കഷ്ടപ്പെടുവാണ്. അവർക്ക് വേണ്ടിയിട്ട് ഇന്നും ജീവിക്കണില്ല, ഇപ്പോഴും ജീവിച്ചിട്ടില്ല. ഈ നിമിഷവും ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, അവർക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല. ഭക്ഷണം കഴിക്കാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പിടിയെടുത്ത് അമ്മക്ക് ഇങ്ങനെ വെച്ചിട്ടാണ് കഴിച്ചിട്ടുള്ളത്. ഇന്ന് വരക്ക് അമ്മേനെ പ്രാർത്ഥിക്കാൻ ഗ്രൗണ്ടിൽ ഇറങ്ങില്ല. യേശുഭക്തിയാണെങ്കിലും അമ്മനെ പ്രാർത്ഥിച്ച് കുരിശ് പിടിച്ചിട്ടുണ്ട്.